ഞാനിനെയൊക്കെ അപൂർവമായിട്ടാണ് നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കുന്നത്. മുത്തിനെ കാണാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ വന്നത്. ഞാനും സ്ക്രിപ്റ്റ് ചെയ്യാൻ അയക്കാന്ന് സാറ് പറഞ്ഞപ്പോ സ്ക്രിപ്റ്റോ അങ്കിൾ പറയുന്നു ഞാൻ ചെയ്യുന്നു എന്നത് പ്രണയമാണ് നിൽക്കുന്നത്. ആണോ? ഞാൻ എവിടെ ജീവിച്ചോട്ടെ. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ മീര. ഒരുപാട് സന്തോഷത്തോടെയും അഭിമാനത്തോടെയുമാണ് ഇന്ന് ഈ ഒരു വേദിയിൽ നിൽക്കുന്നത്. കാരണം മലയാളിക്ക് ഒരിക്കലും മറക്കാനാകാത്ത ഒരുപിടി ബ്യൂട്ടിഫുൾ മൊമെന്റ് സമ്മാനിച്ചിട്ടുള്ള ഈസ്റ്റ് കോസ്റ്റ് എന്ന ബാനറിൽ നിന്നും ഒരു മനോഹര ചിത്രം കൂടി ഇതാ നമുക്കായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞു. ഈസ്റ്റ് കോസ്റ്റ് പ്രൊഡക്ഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ബാനറിൽ ശ്രീ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സംവിധാനം ചെയ്ത് അണിയിച്ചൊരുക്കുന്ന ഭീഷ്മർ എന്ന ചിത്രത്തിന്റെ ഓഡിയോ CD റിലീസ് ഫംഗ്ഷനിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. It's my honor and moreover my privilege to welcome each one of you singly and every one of you collectively to this auspicious occasion. ആദ്യം തന്നെ നമുക്ക് വേണ്ടി ഇവിടെ ഗണേശ സ്തുതി ആലപിച്ച ദ കമ്പോസർ, ദ മ്യൂസിക് ഡയറക്ടർ രഞ്ജിൻ രാജിനും ഒപ്പം തന്നെ ശ്ലോകം ഡാൻസ് പെർഫോമൻസ് ചെയ്ത ജസ്നിയയ്ക്കും മനസ്സ് നിറഞ്ഞൊരു കയ്യടി നൽകിക്കൊണ്ടാണ് ഞങ്ങളുടെ ഇന്നത്തെ ഫംഗ്ഷൻ ഞങ്ങളിവിടെ ഇതാ ആരംഭിക്കാനായിട്ട് ഒരുങ്ങുന്നത്. നമുക്കറിയാം, ഈസ്റ്റ് കോസ്റ്റ് എന്നൊരു പേര് മലയാളിയെ സംബന്ധിച്ച് ഒരു പ്രൊഡക്ഷൻ കമ്പനി നെയിം അല്ല, മറിച്ച് കേരളത്തിന്റെ കലാ സാംസ്കാരിക രംഗത്ത് കൃത്യമായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുള്ള ഏറ്റവും ലെഗസിയുള്ള ബ്രാൻഡ് നെയിം കൂടിയാണ്. ഒപ്പം തന്നെ മലയാളി ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആരാധിക്കുന്ന പേര് ശ്രീ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ. മലയാളി അന്നോളം കണ്ടു ശീലിച്ച ദൃശ്യ സംസ്കാരത്തെ മാറ്റിമറിച്ചുകൊണ്ട് വൈവിധ്യമാർന്ന ദൃശ്യ വിരുന്നുകൾ നമുക്ക് അരങ്ങിലും അപ്രപാളികളിലും സമ്മാനിച്ച ശ്രീ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സാറാണ് ഭീഷ്മർ എന്ന ചിത്രം നമുക്കായിട്ട് മലയാളികൾക്കായിട്ട് സമർപ്പിക്കാൻ ഒരുങ്ങുന്നത്. അതിന്റെ ഓഡിയോ CD റിലീസ് ഫംഗ്ഷനിലേക്കാണ് നിങ്ങൾ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇനി ചടങ്ങുകളിലേക്ക് കടക്കാനായിട്ട് നമ്മൾ ഒരുങ്ങുകയാണ്. ഓഡിയോ CD റിലീസ് ഫംഗ്ഷനിലേക്ക് ഞങ്ങൾ റിലീസ് ചെയ്യാനായിട്ട് വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഭദ്രദീപം തെളിയിച്ച് അത് ഇനോഗ്രേറ്റ് ചെയ്യാനായിട്ട് വേദിയിലേക്ക് ആദ്യം തന്നെ ഞങ്ങളുടെ ഇന്നത്തെ ഈ സിനിമയിലെ ചിത്രത്തിലെ ഗാനങ്ങളുടെ ക്രിയേറ്റേഴ്സിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ കമ്പോസർ, മ്യൂസിക് ഡയറക്ടർ, ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൂടി കൈകാര്യം ചെയ്തിരിക്കുന്ന രഞ്ജിൻ രാജ്, ഒപ്പം തന്നെ ഞങ്ങളുടെ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ധ്യാൻ ശ്രീനിവാസൻ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ, കൂടാതെ ഞങ്ങളുടെ 2 ഗാനങ്ങൾ എഴുതിയിട്ടുള്ള ഹരിനാരായണൻ, ഒപ്പം തന്നെ 2 ഗാനങ്ങൾ എഴുതിയിട്ടുള്ള സന്തോഷ് വർമ്മ, കൂടാതെ തന്നെ ഞങ്ങളുടെ 2 ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ള അനില രാജീവ്, ഒപ്പം തന്നെ ഞങ്ങളുടെ ഇന്നത്തെ ക്ഷണം സ്വീകരിച്ച് നമുക്ക് കിട്ടിയ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ദിലീപേട്ടനെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ഒപ്പം തന്നെ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ശ്രീ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സാറിനെ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങളുടെ ക്രിയേറ്റേഴ്സിനെയാണ് ഞങ്ങൾ ഇവിടെ ഇതാ വേദിയിലേക്ക് ക്ഷണിക്കുന്നത്. ഓഡിയോ CD റിലീസ് ഫംഗ്ഷൻ ഞങ്ങൾ ഇവിടെ ഇതാ ആരംഭിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. ഭദ്രദീപം തെളിയിച്ചാണ് ഞങ്ങൾ ഇവിടെ ഇതാ ആരംഭിക്കുന്നത്. ഞങ്ങളുടെ ഓഡിയോ CD റിലീസ് ചടങ്ങുകൾ ആരംഭിക്കുകയായി. നല്ലൊരു കയ്യടി നൽകിക്കൊണ്ട് ഈസ്റ്റ് കോസ്റ്റിന്റെ ബാനറിൽ നിന്നും ഭീഷ്മർ എന്ന ചിത്രത്തിന്റെ ഓഡിയോ CD പ്രകാശനം നമ്മളിവിടെ ആരംഭിക്കുകയാണ്. സർ, ഭദ്രദീപം തെളിയിച്ചൊപ്പം തന്നെ ഭദ്രദീപം തെളിയിച്ചാണ് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഞങ്ങളുടെ ബാക്കിയുള്ള താരങ്ങളെ ചെയ്ത വിജയൻ സാറാണ് ആദ്യത്തെ തിരി തെളിയിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇതാ തുടങ്ങുന്നത്. ഞങ്ങളുടെ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സാറാണ് ആദ്യത്തെ തിരി തെളിയിക്കാനായിട്ട് ദിലീപേട്ടനെ അടുത്ത തിരി തെളിയിക്കാനായിട്ട് ഞങ്ങൾ മുന്നോട്ട് ക്ഷണിക്കുന്നു. ധ്യാൻ ശ്രീനിവാസൻ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ, രഞ്ജിൻ രാജ്, ഹരിനാരായൺ സർ, ഒപ്പം തന്നെ സന്തോഷ് വർമ്മ സർ, ആൻഡ് അനില രാജീവ്.
ഞങ്ങളുടെ 2 ഗാനങ്ങൾ ആലപിച്ച അനില രാജീവ്. ഞങ്ങളുടെ പാട്ടിന്റെ ക്രിയേറ്റേഴ്സിനെയാണ് ഇവിടെ വിളിച്ചിട്ടുള്ളത്. ഈ സിനിമയിലെ തന്നെ ഒരു ഗാനം ധ്യാൻ ശ്രീനിവാസനും വിഷ്ണുവും കൂടെ ചേർന്ന് പാടിയിട്ടുണ്ട്. ബാക്കിയുള്ള ഗാനങ്ങൾ നമുക്ക് വേണ്ടി ചിട്ടപ്പെടുത്തി തന്നിരിക്കുന്നത് രഞ്ജിൻ രാജാണ്. ഞങ്ങൾക്ക് 2 ഗാനങ്ങൾ എഴുതിയിട്ടുള്ളത് ഹരിനാരായണനാണ്. ബാക്കി 2 ഗാനങ്ങൾ എഴുതിയിരിക്കുന്നത് സന്തോഷ് വർമ്മ സാറാണ്. ഇനി ബാക്കി എല്ലാവരെയും CD റിലീസിലേക്ക് വേണ്ടി ഞങ്ങളുടെ ഭീഷ്മറിന്റെ ഓഡിയോ CD ആണ് ഇവിടെ ഇതാ നൽകാനായിട്ട് ഒരുങ്ങുന്നത്. ഈസ്റ്റ് കോസ്റ്റ് പ്രൊഡക്ഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ബാനറിൽ ശ്രീ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സംവിധാനം ചെയ്യുന്ന ഭീഷ്മർ എന്ന ചിത്രത്തിന്റെ ഓഡിയോ CD ഞങ്ങൾ ഇവിടെ ഇതാ റിലീസ് ചെയ്യുകയാണ്. ഞങ്ങളുടെ ദിലീപ് ഏട്ടനാണ് ഓഡിയോ CD ഞങ്ങളുടെ ഇന്നിവിടെ വിജയൻ സാറിന് കൈമാറുന്നത്. ദിലീപ് ഏട്ടനാണ് ഞങ്ങളുടെ CD ഇവിടെ ഇതാ വിജയൻ സാറിന് കൈമാറുന്നത്. നിറഞ്ഞ കൈയടി നൽകിക്കൊണ്ട് മലയാളത്തിന് ലഭിക്കാൻ പോകുന്ന മ്യൂസിക്കൽ റൊമാൻറ്റിക് ഫാമിലി ഫൺ ഫിൽഡ് ത്രില്ലർ ഭീഷ്മർ എന്ന ചിത്രത്തിന്റെ ഓഡിയോ CD നമ്മളിവിടെ ഇതാ പ്രകാശനം നിർവഹിക്കുന്നു. ഞങ്ങളുടെ ഇന്നത്തെ CD ഇവിടെ കൈമാറി കഴിഞ്ഞു. എല്ലാ ഗസ്റ്റുകൾക്കും നന്ദി അറിയിക്കുന്നു. ദിലീപ് ഏട്ടനും വിജയൻ സാറും സ്റ്റേജിൽ ഒന്ന് നിൽക്കണമെന്ന താഴ്മയെ അപേക്ഷിക്കുകയാണ്. ബാക്കി എല്ലാ ഗസ്റ്റുകളോടും സീറ്റഡ് ആകണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. വിജയൻ സാർ. ഈ മൈ ബോസിൻ്റെ സമയം തൊട്ട് എന്തിലും ഏതിലും എന്നോടൊപ്പമുള്ള പ്രിയപ്പെട്ട ദിലീപിനോട് ഈ ഒരു ചടങ്ങിലേക്ക് മുഖ്യാതിഥിയായി വരണമെന്ന് പറഞ്ഞപ്പോൾ യാതൊരു മറ്റൊന്നും ചിന്തിക്കാതെ അപ്പം തന്നെ അത് എഗ്രി ചെയ്യുകയും അങ്ങനെ ഇവിടെ എത്തിച്ചേരുകയും ചെയ്ത ശ്രീ ദിലീപ് എൻ്റെ മറ്റ് മുഖ്യാതിഥികളെ ഈ സിനിമയിൽ ഭീഷ്മർ എന്ന് പറയുന്ന ഈ സിനിമയിൽ എന്നോടൊപ്പം പ്രവർത്തിച്ച സഹപ്രവർത്തകരെ, മറ്റ് സഹൃദയ സുഹൃത്തുക്കളെ, മാധ്യമപ്രവർത്തകരെ, പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ഓരോരുത്തരെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. എനിക്ക് ഇപ്പം പറയാനുള്ളത് അല്ലെങ്കിൽ നിങ്ങളെ അറിയിക്കാനുള്ളത് തൽക്കാലം ഒന്നും പറയാനില്ലെന്നുള്ളതാണ്. ഒരുപാട് പേർക്ക് എന്തൊക്കെയോ പറയാൻ വേണ്ടി മെമ്പറുകൾ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനത് സമയം ചിലവാക്കുന്നില്ല. പക്ഷേ ഇന്ത്യ ടിവിയിൽ എപ്പോഴെങ്കിലും എനിക്ക് സമയം കിട്ടുവാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് പറയാം. അത്രയാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ഇപ്പോൾ കൂടുതൽ പറയുന്നതിനുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ തുടരുന്നില്ല. താങ്ക് യു സോ മച്ച് സാർ. വിജയൻ സാറാണ് നമ്മളുമായിട്ട് സംവദിച്ചത്. ദിലീപേട്ടനെ സംബന്ധിച്ച് കാരണം മൈ ബോസ് എന്ന ചിത്രത്തിൽ പോലും ഈസ്റ്റ് കോസ്റ്റിന്റെ വലിയൊരു ബാനർ ഉണ്ടായിരുന്നു. എന്താണ് ഈ ഒരു മൊമെന്റിൽ നമ്മളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്? എല്ലാവർക്കും നമസ്കാരം. വലിയ സന്തോഷമുണ്ട്. ഈസ്റ്റ് കോസ്റ്റ് വിജയേട്ടൻ നിർമ്മിക്കുകയും സംവിധാനം ചെയ്യുകയും ചെയ്ത ഭീഷ്മർ എന്ന ചിത്രത്തിൻ്റെ ഓഡിയോ ലോഞ്ചിന് വേദിയിൽ നിൽക്കാൻ സാധിച്ചത്. അതോടൊപ്പം ഞാൻ വർക്ക് ചെയ്ത എല്ലാവർക്കും അറിയാം, എനിക്ക് തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട പല സിനിമകളിലൊന്നായ എടുത്തു പറയേണ്ട ഒരു സിനിമയാണ് മൈ ബോസ്. ആ സിനിമ അത്രയും ഗംഭീരമാക്കിയത് ആ നിർമ്മാതാവിനും വലിയൊരു പങ്കുണ്ട്. കാരണം അന്ന് ആ സിനിമ ഒരുപാട് വേദികളിൽ എനിക്കൊന്ന് പല ഫങ്ഷൻസ് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ പരസ്യം ചെയ്ത സിനിമകളിലൊന്നാണ് മൈ ബോസ്. അത് ഈസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്ന ബാനർ ഉണ്ടായ കാലം മുതൽ ശരിക്കും മാർക്കറ്റിംഗ് എങ്ങനെയാണ് എന്ന് നമ്മൾ പലപ്പോഴും കണ്ടുപിടിക്കേണ്ട ഒരാളാണ് വിജയേട്ടൻ്റെ പ്രോഡക്റ്റ് എങ്ങനെയാണ് മാർക്കറ്റ് എന്ന് നല്ല വ്യക്തമായിട്ടുള്ള ധാരണയുള്ള ഒരാളാണ്. അതുപോലെ കലയോട് ഒരുപാട് സ്നേഹമുള്ള, കലാവാസനയുള്ള, കവിതകൾ രചിക്കുന്ന, ഞാൻ പലപ്പോഴും അത്ഭുതത്തോടുള്ള, ഞാൻ ഇതിനു മുമ്പുള്ള വേദികളിലും വിജയേട്ടനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വിജയേട്ടൻ എന്നും യൗവനത്തിൽ പ്രണയത്തിൽ മുങ്ങി നടക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മനസ്സിൽ ഒരുപാട് പ്രണയമുള്ള അദ്ദേഹത്തിൻ്റെ വരികളിലാണെങ്കിലും ഒക്കെ. അപ്പം അദ്ദേഹത്തോട് ഒരുമിച്ച്
ഞങ്ങൾ ഇടയ്ക്ക് സംസാരിക്കാറുണ്ട്. ഞാൻ ചോദിക്കാറുണ്ട്, എന്താണ് വിജയേട്ടാ നിങ്ങളൊരു സിനിമ വീണ്ടും നിർമ്മിക്കുന്നത്, മൈ ബോസ് പോലെ നമുക്ക് അതുപോലത്തെ ഒരു നല്ല കഥ നമ്മളിങ്ങനെ തേടുകയും സംസാരിക്കുകയും ചെയ്യാറുണ്ട്. എന്തായാലും ഇന്ന് ഇവിടെ പ്രത്യേകിച്ച് വരാനുള്ള കാരണം വിജയേട്ടൻ പറഞ്ഞത് മാത്രമല്ല, പിന്നെ ഡാനിനെയൊക്കെ അപൂർവമായിട്ടാണ് നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കുന്നത്. മുത്തിനെ കാണാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ വന്നത്. വലിയ സന്തോഷം. എന്തായാലും ഈ സിനിമയിൽ അഭിനയിച്ച എല്ലാവർക്കും, ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എല്ലാ ആശംസകൾ നേരുന്നു. സിനിമ വലിയ വിജയമാവട്ടെ. ഈസ്റ്റ് കോസ്റ്റിന് വീണ്ടും വീണ്ടും മുന്നിലേക്ക് യാത്ര ചെയ്യാനുള്ള ഒരു ഊർജമാവട്ടെ, വലിയൊരു വിജയമാവട്ടെ. ഗോഡ് ബ്ലസ്. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്. ദിലീപേട്ട, ഞങ്ങളുടെ ആദ്യത്തെ പാട്ടിന്റെ സ്വിച്ച് ഓൺ നിർവഹിക്കാനായിട്ട് ഞാൻ ഒന്ന് ക്ഷണിക്കുകയാണ്. ഞങ്ങളുടെ ഭീഷ്മർ എന്ന ചിത്രത്തിന്റെ ആദ്യ ഗാനത്തിന്റെ ദിലീപേട്ട ഈ റിമോട്ട് ഒന്ന് ചെയ്ത് ഞങ്ങളുടെ ആദ്യ ഗാനം നിങ്ങൾക്ക് മുന്നിൽ ഇനി അൺവീൽ ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണ്. ഈസ്റ്റ് കോസ്റ്റിന്റെ ഭീഷ്മർ എന്ന ചിത്രത്തിന്റെ ദിലീപേട്ട റെഡി? 3, 2, 1. ഞങ്ങളുടെ ആദ്യ ചിത്ര പാട്ടാണ് ഭീഷ്മർ എന്ന ചിത്രത്തിന്റെ. ദിലീപേട്ട പോസ്റ്റ്. ഞങ്ങളുടെ ആദ്യ ഗാനമാണ്. യെസ്, ആദ്യ ഗാനത്തിന്റെ പോസ്റ്ററാണ് ഞങ്ങൾ ഇപ്പം പോസ് ചെയ്തിരിക്കുന്നത്. ദിലീപേട്ടൻ ഇനി സീറ്റഡ് ആയിട്ടായിരിക്കും ഞങ്ങൾ ഇത് ഫുള്ളി പാട്ട് പ്ലേ ചെയ്യാൻ പോകുന്നത്. സോ ദിലീപേട്ടന് സീറ്റ് ചെന്നിരുന്നിട്ട് അത് കേൾക്കാൻ പറ്റും. ഇനി ഗാനം ഞങ്ങൾ പ്ലേ ചെയ്യാനായിട്ട് ഒരുങ്ങാണ്. ദിലീപേട്ടൻ സീറ്റഡ് ആയി കഴിഞ്ഞാൽ ഞങ്ങളത് പ്ലേ ചെയ്യുന്നതായിരിക്കും. സോ ഭീഷ്മർ എന്ന ചിത്രത്തിന്റെ ഞങ്ങളുടെ ആദ്യ ഗാനത്തിന്റെ റിലീസാണ് ദിലീപേട്ടൻ ഇവിടെ സ്വിച്ച് ഓൺ ചെയ്തത്. സോ ഇനി നമുക്ക് ആ ഗാനം എൻജോയ് ചെയ്യാനായിട്ടുള്ള സമയമായിരിക്കുന്നു. We can have the song please onto the monitor. എന്ന് തുടങ്ങുന്ന ഗാനമാണ് നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ ഇവിടെ സമർപ്പിച്ചത്. ഇനി ഞങ്ങളുടെ ഈ ചിത്രത്തിന്റെ കാസ്റ്റ് ആൻഡ് ക്രൂ ഒപ്പം തന്നെ ടെക്നിക്കൽ ടീമിനെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താനായിട്ട് ഞാൻ ഒരുങ്ങുകയാണ്. ഞങ്ങളുടെ ആർട്ടിസ്റ്റ് ലിസ്റ്റിനെയാണ് ആദ്യം ഇൻവൈറ്റ് ചെയ്യുന്നത്. ധ്യാൻ ശ്രീനിവാസൻ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ഉണ്ണി ലാലു, സന്തോഷ് കീഴാറ്റൂർ, ബിനു തൃക്കാക്കര, ജയൻ ചേർത്തല, അഖിൽ കവലയൂർ, വിനീത് തട്ടിൽ, ജിബിൻ ഗോപിനാഥ്, ഷാജു ശ്രീത, സോഹൻ സിനുല, ഷൈനി വിജയൻ, മാർത്താണ്ഡൻ, ശിവ് ദാമോദർ, ഡോക്ടർ ശ്രീലക്ഷ്മി, ഡോക്ടർ നിതിൻ, മാസ്റ്റർ ഹാത്തം, മാസ്റ്റർ നവനീത്, ബേബി ഷിയ നിയ, ബിനോയ് നമ്പാല, ഹരികൃഷ്ണൻ, മുരുകേശൻ, ജിതിൻ ബാബു. ഞങ്ങളുടെ ആർട്ടിസ്റ്റ് ലിസ്റ്റ് എല്ലാവരോടും വേദിയിൽ എത്താനായിട്ട് ഞാൻ കൈൻഡ്ലി റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഇനി ഞങ്ങളുടെ മെയിൻ ടെക്നിക്കൽ ടീമിനെയാണ് ഈ ഒരു വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. ഞങ്ങളുടെ ഭീഷ്മർ എന്ന ചിത്രത്തിന്റെ കഥ നിർവഹിച്ചിരിക്കുന്നത് അൻസാജ് ഗോപിയാണ്. ഞങ്ങളുടെ DOP രതീഷ് റാം, ഞങ്ങളുടെ മ്യൂസിക് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇസ് ബീൻ ഡൺ ബൈ രഞ്ജിൻ രാജ്, ഞങ്ങളുടെ ആർട്ട് ഡയറക്ടർ ഇസ് ബോബൻ, ഞങ്ങളുടെ മേക്കപ്പ് സെഷൻ ഇസ് ബീൻ ഹാൻഡിൽഡ് ബൈ സലാം അരുകുട്ടി, ഞങ്ങളുടെ ഡിസൈൻസ് ആർ ബീൻ ഡൺ ബൈ മാമി ജെവ്, ഞങ്ങളുടെ സ്റ്റിൽ ഫോട്ടോഗ്രാഫി ഇസ് ബീൻ ക്യാരിഡ് ബൈ അജി മസ്കറ്റ്, ഞങ്ങളുടെ ബാക്കിയുള്ള എഡിറ്റർ ജോൺ കുട്ടി, ഞങ്ങളുടെ ആറ്റോം സൗണ്ട് മിക്സിംഗ് വിഷ്ണു സുജാതൻ, ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ സജിത് കൃഷ്ണൻ, ഞങ്ങളുടെ പ്രൊഡക്ഷൻ കൺട്രോളർ രാജീവ് പെരുമ്പാവൂർ, ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ സുഭാഷ് ഇളമ്പൽ, ഞങ്ങളുടെ VFX സെക്ഷൻ കൈകാര്യം ചെയ്ത നിതിൻ റാം നെടുവത്തൂർ, കളറിസ്റ്റ് ലിജു പ്രഭാകർ, ഞങ്ങളുടെ PRO പ്രതീഷ് ശേഖർ, ഞങ്ങളുടെ മ്യൂസിക് ഡയറക്ടർ രഞ്ജിൻ രാജ്, ഞങ്ങളുടെ ലിറിസിസ്റ്റ് ഹരിനാരായണൻ BK, സന്തോഷ് വർമ്മ, OM കരുവരക്കുണ്ടു, കൂടാതെ ഞങ്ങളുടെ ശ്ലോകം ട്രഡീഷണലും ഈ ഒരു ചിത്രത്തിലുണ്ട്. ബാക്കി ഞങ്ങളുടെ സിംഗേഴ്സ് കൂടിയായ അനില രാജീവ്, ധാന എന്നിവരെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. ഞങ്ങളുടെ ടീമാണ് വേദിയിലെത്തുന്നത്. ബാക്കി ഞങ്ങളുടെ ഈ ചിത്രത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിങ് കൈകാര്യം ചെയ്തിട്ടുള്ള ഞങ്ങളുടെ ബാക്കിയുള്ള മെമ്പേഴ്സിനെ വേദിയിലെത്താനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. സോ അടുത്തതായി ഞങ്ങളുടെ എല്ലാമായ ഡയറക്ടർ ഞങ്ങളുടെ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സാറിനെ വേദിയിലേക്ക് നിറഞ്ഞ കൈയ്യടി നൽകിക്കൊണ്ട് സ്വാഗതം ചെയ്യാണ്. ഞങ്ങളുടെ PRO പ്രതീഷ് ശേഖർ സാർ പ്ലീസ്. ഞങ്ങളുടെ ടീം എല്ലാവരും എത്തി. ദാന റാസിക്. സോ ഇതാണ് ഞങ്ങളുടെ ഭീഷ്മറിന്റെ ടീം.
ഈസ്റ്റ് കോസ്റ്റിന്റെ ബാനറിൽ നിന്നും മലയാളത്തിൽ ഒരുങ്ങുന്ന മ്യൂസിക്കൽ റൊമാൻറ്റിക് ഫാമിലി ഫൺ ഫിൽ ത്രില്ലർ ആണ് ഭീഷ്മർ. നിറഞ്ഞ കൈയടി നൽകിക്കൊണ്ട് ഞങ്ങളുടെ കംപ്ലീറ്റ് ടീമിനെ ഞങ്ങൾ ഇവിടെ ഇതാ അണിനിരത്തി കഴിഞ്ഞു. സോ എല്ലാ ടീം മെമ്പേഴ്സിനോടും നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവരും ദൈവത്തെ ഞങ്ങൾക്ക് സീറ്റഡ് ആകാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാണ്. വിഷ്ണുവും ഒപ്പം തന്നെ ധ്യാനും ആണ് ഇനി സ്റ്റേജിൽ സ്റ്റേ ബാക്ക് ചെയ്യേണ്ടത്. ബാക്കിയുള്ള കംപ്ലീറ്റ് ക്രൂവിനും നിറഞ്ഞ കൈയടി നൽകിക്കൊണ്ട് ബാക്ക് ടു ദ സീറ്റ്സ് ഞങ്ങൾ ഇവിടെ ഇതാ ഇൻവൈറ്റ് ചെയ്യുന്നു. സോ ഐ കൈൻഡ്ലി റിക്വസ്റ്റ് എവരിവൺ ടു ഗെറ്റ് സീറ്റഡ് ബാക്ക്. ഞങ്ങളുടെ വിഷ്ണുവും ധ്യാനുമാണ് വേദിയിൽ റീറ്റെയിൻ ചെയ്യേണ്ടത്. ഞങ്ങളുടെ വിഷ്ണുവും ധ്യാനുമാണ് വേദിയിലുള്ളത്. സോ ഞങ്ങളുടെ ഭീഷ്മർ ചിത്രത്തിന്റെ ഞങ്ങളുടെ മെയിൻ ഹീറോ ലീഡ് ക്യാരക്ടേഴ്സ് ചെയ്ത വിഷ്ണു ആൻഡ് ധ്യാൻ ശ്രീനിവാസൻ നല്ലൊരു കൈയ്യടി നൽകിക്കൊണ്ട് ഞങ്ങൾ ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യാണ്. ഈസ്റ്റ് കോസ്റ്റ് പ്രൊഡക്ഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ബാനറിൽ ഭീഷ്മർ എന്ന ചിത്രത്തിന്റെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ അറിയാനായിട്ട് ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യാണ്. ആൻഡ് വിൽ സ്റ്റാർട്ട് വിത്ത് യു ധ്യാൻ ശ്രീനിവാസൻ. വാട്ട് യു ഹാവ് ടു സേ സർ? ഹലോ. നായകനാവുന്ന നമസ്കാരം. ഇത് വിഷ്ണു നായകനാവുന്ന ഈ സിനിമയിൽ ചെറിയൊരു വേഷം ചെയ്യാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം ആദ്യം തന്നെ അറിയിക്കുന്നു. സോറി, വിഷ്ണു ഉള്ളിലാലോചിക്കുന്ന ഈ സിനിമയിൽ ഒരു ചെറിയ ഭാഗമാവാൻ കഴിയുന്നതിൽ ആദ്യം തന്നെ ഉള്ള സന്തോഷം. കാരണം നായകനാണല്ലോ മെയിൻ. പിന്നെ സംസാരിക്കുക നമ്മൾ പ്രിൻസിലൊക്കെ ഉള്ള സംസാരിച്ചപ്പോ മെയിൻ ഞാനായിരുന്നല്ലോ. ഒറ്റ ദിവസം മെയിനാണ് സംസാരിക്കുക. ഈ സിനിമയെ കുറിച്ച് പറയുമ്പോൾ നമ്മളൊക്കെ സ്കൂൾ കാലത്തൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ നമുക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു 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 മാഷുണ്ടാവും. ഈ മാഷ് ആദ്യമൊക്കെ നമുക്ക് മാഷിന് എടുത്തു പോകുമ്പോൾ ഒരു ടെൻഷനായിരിക്കും. കാരണം മാഷ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. അപ്പോൾ മാഷിന് അടുക്കും തോറുമാണ് നമ്മൾ മനസ്സിലാക്കുക ഇദ്ദേഹം ഏതാ അതെ മാഷിനെ കുറിച്ച്. അപ്പോ നമ്മള് അടുക്കും തോറും മാഷിന്റെ ഉള്ളിലുള്ള സ്നേഹം നമ്മൾ തിരിച്ചറിഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട മാഷ്. കാരണം ഒരു സ്കൂൾ കാലഘട്ടം അല്ലെങ്കിൽ ആ സ്കൂൾ കാലഘട്ടത്തിലുള്ള കുറെ ഇപ്പോഴും സ്കൂൾ സമയത്ത് നമ്മളെങ്ങനെ വെച്ചാൽ പിള്ളേരൊക്കെ കളിച്ചു നടക്കും. കാരണം നമ്മള് ലിറ്ററലി കളിച്ചു നടക്കുകയായിരുന്നു. കളിയുടെ കാര്യമൊക്കെ പറയുമ്പോൾ ഉണ്ണിക്കൊക്കെ ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവും അല്ലേ? അപ്പൊ മാഷ് നമ്മളെ വിളിച്ചുകൊണ്ട് വരും, വാ 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 പഠിക്ക് എന്ന് പറഞ്ഞിട്ട്. മറ്റേ മാഷ് നമുക്ക് പഠിപ്പിച്ച് ആ സമയം പിന്നെയും നമ്മൾ തിരിച്ചു പോയി കളിക്കും. മാഷ് നമ്മളെ വിളിച്ചുകൊണ്ട് വരും. സത്യം പറഞ്ഞാൽ അങ്ങനെയായിരുന്നു ആ ഒരു സ്കൂൾ അല്ലെങ്കിൽ ആ കാലഘട്ടം ഓർമ്മ വന്നു ഈ ഒരു സെറ്റിൽ. കാരണം അത്രയധികം രസകരമായിട്ടുള്ള ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച ഒരു സെറ്റാണ് ഭീഷ്മരുടെ. അവസാനമായി മനസ്സറിഞ്ഞ് ചിരിച്ചതും ഈ സെറ്റിലാണ്. ആദ്യം തന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മാഷിന് വിജയനങ്കിളിന് നന്ദി, ഈ സിനിമയുടെ ഭാഗമാവാൻ ഞങ്ങളെ ക്ഷണിച്ചതിനും. കാരണം സത്യം ഞങ്ങള് ഒരുമിച്ച് ഇത്രയും ആസ്വദിച്ചിട്ടൊരു സിനിമ ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയും. അത്രമാത്രം രസങ്ങളുണ്ട്. കാരണം രസങ്ങളൊന്നും പുറത്ത് പറയാൻ പറ്റാതെ ഞാൻ പരസ്യമായി പറയാൻ പറ്റാത്ത കാര്യങ്ങളായതുകൊണ്ട് തന്നെ പുറത്ത് പറയണില്ല. ഞങ്ങളുടെ കൊള്ളരുതായ്മകളെയും ഞങ്ങളെ ഇതൊക്കെ ക്ഷമിക്കുകയും കുറച്ചു കഴിഞ്ഞ് ഞങ്ങളോടൊപ്പം തമാശ പറയുകയും നമ്മളെ ഒക്കെ അടുത്ത് നിർത്തി ഞങ്ങളെ സ്നേഹിക്കുകയും ചെയ്ത ഞങ്ങളുടെ വിജയനങ്കിൾ. ഈ സിനിമയെ കുറിച്ച് പറയുമ്പോൾ സിനിമ ഈ തമാശകളും ഈ രസങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് ഈ സിനിമ ഒരു പഴയ പ്രിയദർശൻ അല്ലെങ്കിൽ പ്രിയനങ്ങളുടെയൊക്കെ സിനിമകൾ ഓർമ്മപ്പെടുത്തുന്ന പോലത്തെ ഒരു ഫൺ ഫാമിലി എന്റർടൈനർ ആണ് ഈ സിനിമ. കാരണം ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട് ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് നടന്മാരുള്ള ഒരു സിനിമ, ഒരു വലിയ സിനിമയാണ്. ആ രസങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ തിയേറ്ററിൽ ആൾക്കാർ ചിരിക്കാനും അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ല ഹ്യൂമറുള്ള അല്ലെങ്കിൽ നല്ല രസമായിട്ടുള്ള കുറേ ഇൻസിഡൻസ് ഉള്ള ഒരു കോർത്തിണക്കിയിട്ടുള്ള ഒരു സിനിമയാണിത്. അതിൽ ഇന്നത്തെ ദിവസം
രഞ്ജിന്റെ ദിവസമാണ്. അപ്പോൾ മ്യൂസിക് ലോഞ്ച് എന്ന് പറയുമ്പോൾ രഞ്ജിൻ ഏറ്റവും റിസ്ക് എടുക്കുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ്. കാരണം എന്നെ രഞ്ജിൻ 2 സിനിമയിൽ പാട്ട് പഠിച്ചിട്ടുണ്ട്. ആദ്യത്തെ സിനിമ കുഞ്ഞമണീസ് ഹോസ്പിറ്റലിൽ രഞ്ജിൻ എന്നെ ഒരു പാട്ട് പഠിപ്പിച്ചു. ഈ സിനിമയിലും ഞാനും വിഷ്ണുവും ചേർന്ന് പാടുന്നൊരു പാട്ടുണ്ട്. അപ്പോൾ വിഷ്ണു പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വിഷ്ണുവാണ് ആദ്യം രാവിലെ വന്ന് പാട്ട് പാടിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ കാണുമ്പോൾ വിഷ്ണുവിന്റെ പാട്ട് കേട്ടിട്ട് ഞാൻ എന്തിനാണ് ഇവൻ ഇങ്ങനെ പാടുന്നത്, എന്ത് ബോറായിട്ടാണ് ഇവൻ ഈ പാടുന്നത്, ഞാൻ ഒറ്റയ്ക്ക് പാടിയ പോരായിരുന്നു ഈ പാട്ട് ഞാൻ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് എന്നെ പാടാൻ വിളിക്കുന്നു. അങ്ങനെ ഞാൻ പാടുന്ന സമയത്ത് എനിക്കിപ്പോ എല്ലാം കറക്റ്റായി തോന്നുന്നു, ഞാൻ പാടിയാൽ മതി. ആ സമയത്ത് വിഷ്ണു മാറി നിന്നിട്ട് ഞാൻ ഹെഡ്ഫോൺസ് ഒക്കെ വെച്ചിട്ട് പാട്ട് പാടുന്നതിനൊരു വീഡിയോ വിഷ്ണു ഫോണിൽ ഷൂട്ട് ചെയ്തിട്ട് എന്റെ ഫോണിൽ തന്നെ ഷൂട്ട് ചെയ്തിട്ട് ഇതൊന്ന് കണ്ടു നോക്കൂന്ന് പറഞ്ഞിട്ട് വിഷ്ണു എനിക്ക് കാണിച്ചു. അതാണ് ഞാനിപ്പോ അലാമായിട്ട് വെച്ചിട്ടുള്ളത്. കാരണം വിഷ്ണു എത്രയോ വലിയ സിംഗറാണെന്നുള്ളത് ഞാൻ അവിടെ തിരിച്ചറിയുകയും അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ രഞ്ജിന്റെ കയ്യിൽ എന്തോ പ്രോഗ്രാമിങ്ങിന് ഓട്ടോട്യൂഡ് എന്താ അതിന്റെ പേരെന്താ, എന്തോ ഒരു ടെക്നോളജി ഉണ്ട്. അത് കേട്ട് കഴിഞ്ഞാൽ ഇത്രയും മോശമായിട്ടുള്ള മോശം തന്നെ ഉദ്ദേശിച്ചാണ് ആൾക്കാർ വരെ പാട്ട് വരെ ഞങ്ങൾ ആ പാട്ട് ഇവിടെ പ്ലേ ചെയ്യില്ല. ഞങ്ങൾ പാടിയ പാട്ട് ഉണ്ടല്ലോ. അപ്പൊ അങ്ങള് പറഞ്ഞത് മനോഹരമായി പാടിയെന്ന്, പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയില്ല. പക്ഷെ ഏതാ അത് പഠിക്കൂ. സമയം എല്ലാരും പോയിട്ട് വേണം പടം ഇവിടെ പഠിക്കൂ. അങ്ങനെ ഒരു പാട്ട് പാടാനുള്ള അവസരം തന്ന രഞ്ജിൻ ആദ്യം തന്നെ എവിടെയാണ് രഞ്ജിൻ കാണാനുള്ളത്? പോയോ? രഞ്ജിൻ നന്ദി, സ്നേഹം. അപ്പോ പറഞ്ഞു വരുന്നത് ഈ സിനിമ മാർച്ച് 20-ാണ് തിയേറ്ററിൽ എത്തുന്നത്. അപ്പം തീർച്ചയായിട്ടും ഈ തമാശകളും ഈ പറഞ്ഞ രസങ്ങളൊക്കെ ഈ സിനിമയിൽ ഉണ്ടാവും. ഉറപ്പായിട്ടും ഒരു ഫൺ ഫാമിലി വാച്ച്, ഒരു കംഫർട്ട് വാച്ച് ആയിരിക്കും ഈ സിനിമ എന്ന് ഉറപ്പ് തരുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. വിജയേട്ടൻ്റെ കൂടെ ഇതിനു മുൻപ് കള്ളനും ഭഗവതിയും എന്ന് പറയുന്ന സിനിമ ആണ് ചെയ്തത്. അതിനുശേഷം വേറൊരു സിനിമ അദ്ദേഹം ചെയ്തു, അതിൽ ഞാൻ ഉണ്ടായില്ല. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഭീഷ്മർ എന്ന് പറയുന്ന സിനിമയിലേക്കാണ് പിന്നീട് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ സാധിച്ചത്. അത് നേരത്തെ ഈ സത്യനന്ദഗാഡ് ചിത്രങ്ങളിലൊക്കെ സ്ഥിരമായിട്ട് അദ്ദേഹത്തിൻ്റെ ടീമിലുള്ള ആൾക്കാരുള്ള പോലെ നീയൊക്കെ സ്ഥിരമാണല്ലോ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ചേട്ടൻ ഫസ്റ്റ് തന്നെ എന്നോട് ചോദിച്ചത്. അപ്പോൾ ഈ ദുഷ്ടൻ വേറൊരു ചതിയും കൂടി ചെയ്തു. ഈ പടത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഞാനിടയ്ക്ക് വിജയേട്ടനെ വിളിച്ച് ചോദിക്കും, ചേട്ടൻ സ്ക്രിപ്റ്റ് എന്തായി, കഴിയുമ്പോൾ ഒന്ന് തരില്ലേ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. അപ്പോൾ പുള്ളി കഴിയുമ്പോഴത്തേക്ക് അയക്കാം അതൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയും. അതിന് ശേഷമാണ് ഞാൻ അറിയുന്നത്. പിന്നെ തുടങ്ങണേ തൊട്ട് മുമ്പ് തന്നൂട്ടാ ഞാൻ മൊത്തം വായിച്ചിട്ട് ഹാപ്പി ആയി. അപ്പൊ അങ്ങനെയല്ലേ നമ്മൾ തമ്മിലുള്ള ബന്ധം വെച്ചിട്ട് അതല്ലേ അതിന്റെ ഒരു ഇത്. എനിക്ക് നുണ പറഞ്ഞ് ശീലമുണ്ടോ? അതെ, സത്യമാണ്. കാരണം വിഷ്ണു പറഞ്ഞതിന്റെ കാര്യം പറഞ്ഞത്. അതെ അതെ അതെ, അങ്ങനെ സ്ക്രിപ്റ്റ് വായിച്ച ഇവനാണോ സ്ക്രിപ്റ്റ് വായിക്കാത്ത ഞാനാണോ നന്നായി ചെയ്തത്? അഭിനയത്തിന്റെ കാര്യത്തിൽ കണ്ടില്ലേ? അത് പറയാറുണ്ടല്ലേ. മാർച്ച് 20-ാം തീയതി. അപ്പൊ അങ്ങനെ പറഞ്ഞ പുള്ളി ഫസ്റ്റ് തന്നെ നീ അപ്പൊ സ്ഥിരം പുള്ളിയുടെ ആർട്ടിസ്റ്റ് ആവാൻ നിൽക്കണ്ട, ഞാൻ ഡീൽ ചെയ്തോളാം. പുള്ളിയും ആൾക്കാർ അധികകാലം ഇങ്ങനെ നീ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് നീ അധികകാലം പോകുന്നതായിരിക്കണം. അല്ല, അപ്പൊ പുള്ളി സ്ഥിരം വിജയേട്ടന്റെ പടത്തിലെ ഒരാളാവാൻ വേണ്ടി ഞാൻ ആയിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അടുത്ത പ്ലാനിങ്ങിൽ എനിക്ക് തോന്നുന്നത് ഞങ്ങളെല്ലാവരുടെയും വൈബ് അടിപൊളിയായിരുന്നു. ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെയാണ്, ലൊക്കേഷനിൽ ഇത്ര എൻജോയ് ചെയ്ത് വേറൊരു ലൊക്കേഷനും ഇല്ല. അത്രയും രസകരമായിരുന്നു. അതിനൊക്കെ ഞങ്ങളുടെ മാഷിനെ പോലെ പ്രിൻസിപ്പളിനെ പോലെ വിജയേട്ടനും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ പുള്ളി ചെറിയ വേഷം അങ്ങനെയൊന്നുമല്ല. ഇതിൽ നായകൻ ആരാന്നുള്ളതിൽ ഞങ്ങൾ തമ്മിൽ വേറെ തർക്കമൊന്നുമില്ല. ഉണ്ണിലാലുവാണെന്നാണ് ഉണ്ണിലാലിനെ വളർത്തപ്പെടുന്നത്. പക്ഷെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ യഥാർത്ഥ നായകൻ എന്ന് പറയുന്നത് നമ്മുടെ മാഷ് തന്നെയാണ്. എന്റെ ഡ്രസ്സും ഉണ്ണിലാലുവിന്റെ വേഷം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആരാണ് ഇതിൽ നായകൻ.
എന്തായാലും ഒരുപാട് സന്തോഷം. എല്ലാവരും ഭീഷ്മർ 20-ാം തീയതി വരുമ്പോൾ തീർച്ചയായും കാണണം, പ്രോത്സാഹിപ്പിക്കണം. നല്ല രസമുള്ള ചിരിക്കാനൊക്കെ ഉള്ള ഒരു സിനിമയാണ്. താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും രണ്ടുപേർക്കും വലിയൊരു കയ്യടി നൽകിക്കൊണ്ട് ഭീഷ്മറിന് കംപ്ലീറ്റ് രീതിയിലുള്ള സക്സസ് നേർന്നുകൊണ്ട് രണ്ടുപേരെയും സീറ്റിലേക്ക് ഞാൻ വീണ്ടും ക്ഷണിക്കുകയാണ്. താങ്ക് യു സർ. ഓക്കെ, അപ്പം സാറ് പറഞ്ഞു ഇനി ബാക്കിയുള്ള 5 പേരെ കൂടെ ഉടനെ തന്നെ വിളിക്കണം എന്നാണ് എന്റെ വിജയൻ സാറ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഷാജു ശ്രീനാഥ്, അഖിൽ കവലിയൂർ, ഉണ്ണിലാൽ ആൻഡ് ജിബിൻ, ബിനു തൃക്കാക്കര. ഈ 5 പേരെ കൂടി ഞങ്ങൾ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഞങ്ങളുടെ ഈ ഭീഷ്മർ ടീമിന്റെ ഞങ്ങളുടെ ബാക്കിയുള്ള 5 ഗഡീസിനെ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബിനു തൃക്കാക്കര, അഖിൽ കവലിയൂർ, ഷാജു ശ്രീധ, ഉണ്ണിലാലു ആൻഡ് ജിബിൻ. 5 പേരെ നമ്മളിവിടെ ഇതാ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഭീഷ്മറിന്റെ ഓഡിയോ സീഡി റിലീസ് ഫംഗ്ഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. യെസ്, ഇതില് വിജയൻ സർ ആർക്കാദ്യം മൈക്ക് കൊടുക്കണം എന്നൊരു സംശയമുണ്ട്. കാരണം സീനിയോറിറ്റിയുടെ കാര്യത്തിൽ എക്സ്പീരിയൻസ് കൊണ്ടാണോ പ്രായം കൊണ്ടാണോ ഞാൻ എങ്ങനെയാണ് മൈക്ക്? ഷാജൻ, പ്രായം കൊണ്ടെന്ന് പറഞ്ഞപ്പോൾ ആദ്യം എനിക്ക് പ്രായം കുറഞ്ഞ മൈക്ക്. എല്ലാവർക്കും നമസ്കാരം. ഈസ്റ്റ് കോസ്റ്റിൻ്റെ ഒരുപാട് വേദികൾ, ഏറ്റവും നല്ല പ്രോഗ്രാമുകളൊക്കെ കാണുമ്പോൾ സ്റ്റേജുകളിൽ ഒന്ന് കയറണമെന്ന് ഈസ്റ്റ് കോസ്റ്റിൻ്റെ ഒരു വേദിയിൽ പങ്കെടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അത് സിനിമയിലാണ് അങ്ങനെ ഒരു ആഗ്രഹം നിറവേറിയത്. ഈ സിനിമയിൽ ഞങ്ങളൊരു കൂട്ടായ്മ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത്. ധ്യാനും, വിഷ്ണു, അഖിലും, ഉണ്ണി, ബിനുവും ജീവനൊക്കെ കൂടെയാണ് ഞങ്ങളൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. ആ ഒരു കൂട്ടായ്മയിൽ ഏറ്റവും രസകരമായ മുഹൂർത്തങ്ങൾ സിനിമയിൽ ഉടനീളം ഞങ്ങൾക്ക് അനുഭവം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടും ശരിക്കും ഒരു ഫൺ മൊമെന്റിലുള്ള ഏറ്റവും രസകരമായ രീതിയിലുള്ളൊരു സിനിമ തന്നെയായിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അതിമനോഹരമായ ഗാനങ്ങൾ ഈ സിനിമയിലുണ്ട്. ഇനിയും പാട്ടുകൾ കേൾക്കാനുണ്ട്. വലിയ സന്തോഷം. താങ്ക് യു സാർ. വിജയ സാറിന് പ്രത്യേകം നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. ഈസ്റ്റ് കോസ്റ്റിൻ്റെ പടത്തിൽ വർക്ക് ചെയ്യാൻ പറ്റിയ ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ ഭയങ്കര എൻജോയ് ചെയ്തൊരു പടമാണ്. 10 ദിവസം ധ്യാനം നമ്മളെല്ലാവരും കൂടെ ഒരു ടെൻഷനും ഇല്ലാതെ, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് നമ്മളാ ലൊക്കേഷനിലെ ക്യാരവാൻ എന്നായിരുന്നു. ഭയങ്കര എന്താണ്, ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം ധ്യാനക്കായിട്ട് അത്രയും കമ്പനിയായി രാവിലെ എല്ലാവരും സെറ്റ് വന്നതായാലും ഒരുപാട് നല്ല നല്ല മുഹൂർത്തങ്ങൾ തന്നൊരു സിനിമയായിരുന്നു ഭീഷ്മർ. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരും തിയേറ്ററിൽ പോയി കാണണം. നല്ലൊരു എൻ്റർടൈനർ ആയിരിക്കും. താങ്ക് യു സോ മച്ച്. അടുത്ത നായകൻ ഉണ്ണിലാലു കണ്ട് വന്ന് സംസാരിക്കും. ഹായ്, നമസ്കാരം. സത്യം പറഞ്ഞ നായകൻ ഞാനൊന്നുമല്ല, ധ്യാൻ ചേട്ടനും വിഷ്ണുവിനാണ് മെയിൻ നായകന്മാര്. പിന്നെ ഈ കോസ്റ്റ്യൂം ഇട്ടുന്നത് കൊളാബ് ഇട്ടതാണ് ഡ്രസ് ഇട്ട് വന്നേക്കണേ. പിന്നെ ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പം എല്ലാവരും പറഞ്ഞ പോലെ ഈ സിനിമ ഭയങ്കര ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും ഫുൾ ടൈം നമ്മൾ ഭയങ്കര എന്റർടൈൻമെന്റ് ആയിരുന്നു. പിന്നെ വിജയേട്ടൻ ഞങ്ങളെ സ്വന്തം പിള്ളേരെ പോലെ ഭയങ്കരമായിട്ട് ഞങ്ങളെ ട്രെയിൻ ചെയ്തായിരുന്നു എല്ലാ രീതിയിലും. അപ്പം കുറേ കാലത്തിന് ശേഷമാണ് ഇത്രയും ക്രൂവിൻ്റെ കൂടെ ഞാനൊരു പടം ചെയ്യുന്നത്. ഇപ്പോൾ സെറ്റിലാണെങ്കിൽ ഒരുപാട് പേരുണ്ട്, സിനിമയിൽ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. സോ ഭയങ്കര സന്തോഷമുണ്ട്. ഇതൊരു എന്റർടൈനിങ് സിനിമയായിരിക്കും. പിന്നെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ധ്യാൻ ചേട്ടൻ്റെ ഒരു കിഡൻ പെർഫോമൻസ് ഈ പടത്തിലുണ്ട്. നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യണം. ഉണ്ട് എനിക്ക് അറിയാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. പടം എല്ലാവരും കാണണം. മാർച്ച് 20 അല്ലേ? മാർച്ച് 20 റിലീസ്. എല്ലാവരും കാണണം. താങ്ക് യു. അത് നമ്മുടെ ജിബിൻ ചേട്ടൻ. നമസ്കാരം. വിജയൻ സാറിൻ്റെ കൂടെ ഇപ്പോൾ കഴിഞ്ഞ ചിത്തിനി എന്ന് പറയുന്ന സിനിമ ചെയ്തിരുന്നു. ഇപ്പോൾ ഇതിലും ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ വളരെ രസകരമായിട്ട് കുറേ ദിവസങ്ങൾ എനിക്കൊന്നും അല്ലേ നല്ല രസമായിട്ട് തീർന്ന ഒരു സിനിമയാണ്. തിയേറ്ററിൽ എനിക്ക് തോന്നുന്നു സിനിമയിലെ പോലെ എനിക്ക് മേക്കിംഗ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അത് റിലീസ് ചെയ്താലും നല്ല ഹിറ്റാവാൻ സാധ്യതയുണ്ട്. അമ്മാതിരി പരിപാടികളോടെ കാണിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും നല്ലൊരു വിജയമാവും പ്രതീക്ഷിക്കുന്നു, സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം ഭീഷ്മർ എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ചിന് ഇവിടെ നിൽക്കാൻ സാധിച്ചത്. സത്യം പറഞ്ഞാൽ ഇവരെല്ലാവരും പറഞ്ഞ പോലെ തന്നെ നല്ല രസമായിരുന്നു സെറ്റിൽ. പ്രത്യേകിച്ച്
എല്ലാ ദിവസവും ധ്യാൻ ശ്രീനിവാസൻ എല്ലാവർക്കും ബിരിയാണിയൊക്കെ മേടിച്ചു തരുന്നു, കുറേ ഫുഡ് മേടിച്ചു തന്ന്, അങ്ങനെ എൻ്റെ ചീട്ടുകളി പരിപാടിയൊക്കെ ആയിട്ട് ഫുൾ നൈറ്റ് ഷൂട്ടായതുകൊണ്ട് ഷൂട്ടിങ്ങിനെ കുറിച്ച് ഒന്നും പറയാൻ. അപ്പോൾ അടിപൊളി പരിപാടികളൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും പിന്നെ എൻ്റെ സംഭവം എന്ന് വെച്ചാൽ എന്നെ ഫസ്റ്റ് ഡേയിൽ എൻ്റെ തലക്കടിക്കുന്ന ഒരു സീനാണ് എന്നെ തുടങ്ങാൻ ഞാൻ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിരുന്നത്. അപ്പോൾ ശരി 3 ദിവസം കഴിഞ്ഞിട്ടാണ് തലക്കടിച്ചത്. അപ്പോൾ 3 ദിവസവും ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം വിഷ്ണു ഒക്കെ വന്ന് പേടിപ്പിക്കും, എടാ നിന്റെ തലക്കടി ശരിയായില്ലെങ്കിൽ സാറന്ന് തന്നെ പിരിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ ദിവസവും ടെൻഷനാണ്. ഭാഗ്യത്തിന് തലക്കടി നല്ല രീതിയിൽ എത്തുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതിനുശേഷം പിന്നെ കുറേ അഭിനയിച്ച്. പിന്നെ എനിക്ക് പറയാനുള്ള വേറെ കാര്യം എന്ന് വെച്ചാൽ ഈ സിനിമ ഡബൊക്കെ ചെയ്ത് കഴിഞ്ഞ ഒരു ദിവസം ഞാൻ വീട്ടിലേക്ക് പോകുമ്പോൾ എന്നെ സാറ് വിളിച്ചിട്ട് പറഞ്ഞു, വിജയ് സാറ് വിളിച്ചിട്ട് പറഞ്ഞു ഈ സിനിമയിലൊരു പാട്ട് പാടണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പാട്ട് പാടുന്നു, ഒരു പാട്ട് പാടണം. വേറെ ആരോ ഒന്ന് പാടി അത് ശരിയായില്ലെന്നല്ല, അലമ്പാക്കി പാടാൻ ഒരാൾ വേണം. അപ്പോൾ ഈ പാട്ട് ഒന്ന് അലമ്പാക്കി തരുമെന്ന് പറഞ്ഞു. എന്തോ കള്ളു കുടിച്ചിട്ട് പാടുന്ന പാട്ടായിരുന്നു. അങ്ങനെ ഞാൻ വന്നു, ആ പാട്ട് പാടി. അത് കുഴപ്പമില്ലാതെ അലമ്പായി എന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. ഈ സിനിമ പാട്ട് പാടി അലമ്പ് പാട്ട് പാടാറുണ്ട്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. മാർച്ച് 20 ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. താങ്ക് യു സോ മച്ച്. ഇനി ഞങ്ങളുടെ കംപ്ലീറ്റ് ടീമിനെ ഇവിടെ വിളിച്ചു കഴിഞ്ഞു. അടുത്തതായിട്ട് വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നു മലയാളത്തിന്റെ ഡയറക്ടർ ടേൺഡ് ആക്ടർ, ഞങ്ങളുടെ സ്വന്തം ജോണി ആന്റണി ചേട്ടൻ. ജോണി ആന്റണി ചേട്ടനെയാണ് വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. ജോണി ആന്റണി, ഞങ്ങളുടെ ഡയറക്ടർ ടേൺഡ് ആക്ടർ ജോണി ആന്റണി സർ ഇസ് ഓൾ ഹിയർ. സോ ഈസ്റ്റ് കോസ്റ്റിന്റെ ബാനറിൽ നിന്നും ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സർ സംവിധാനം ഒരുക്കുന്ന ഭീഷ്മർ എന്ന ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ചിലേക്ക് സ്വാഗതം ചെയ്ത. യെസ്, എല്ലാവർക്കും നമസ്കാരം. വിജയേട്ടൻ്റെ ഈ സിനിമയിൽ ഞാനില്ല. സിനിമകൾ പല കാരണങ്ങൾ കൊണ്ടും സിനിമകൾ നഷ്ടപ്പെടാറുണ്ട്. നമുക്ക് ഏത് സിനിമ നഷ്ടപ്പെടുമ്പോഴും സങ്കടം തോന്നാറുണ്ട്. പക്ഷേ ഇതൊരു സ്പെഷ്യൽ സങ്കടം. കാരണം 2-3 ദിവസം റോളായിരുന്നെങ്കിൽ പോലും ഏതോ ഒരു പടമായിട്ട് ക്ലാഷായിട്ട് എനിക്കിപ്പോൾ കളിക്കാൻ പറ്റിയില്ല. പകരം അഭിനയിച്ചത് ആരെന്ന് ചോദിച്ചപ്പോൾ കണ്ടാൽ ചിലപ്പോൾ എനിക്ക് ഇരിക്കാൻ തോന്നും. അപ്പം അതുകൊണ്ട് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നോട് അതങ്ങ് അവസാനിക്കട്ടെ. കാരണം വിജയന്റെ പടം ഇഷ്ടപ്പെടുവാനൊരു പ്രശ്നം. കാരണം വിജയൻ ഞാൻ 2 പടം അതിന് മുമ്പ് അഭിനയിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ കണ്ടുപോലെ കേൾക്കുന്നതാണ് ഈസ്റ്റ് കോസ്റ്റ് വിജയൻ. അങ്ങനെയാണ് ഞാൻ ആദ്യത്തെ സിനിമയിൽ അഭിനയിക്കുകയും ചെയ്തു. എനിക്ക് തോന്നുന്നു എന്നാ പറയണ്ട, ഇത്രയും ഒരു സ്നേഹവും സുരക്ഷിതത്വവും സഹിഷ്ണുതയും ഒരു മനുഷ്യൻ. നമുക്ക് ഭയങ്കര ഒരു ഇപ്പം മാഷിന്റെ അടുത്ത് നിൽക്കുന്ന പോലെ എത്രയോ കാലം മുമ്പ് ഈസ്റ്റ് കോസ്റ്റിന്റെ ഗാനങ്ങൾ, ഈസ്റ്റ് കോസ്റ്റിന്റെ ഷോസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ട ആ മനുഷ്യന്റെ കൂടെ അദ്ദേഹത്തിന്റെ ജീവിത എക്സ്പീരിയൻസിൽ നിന്ന് അദ്ദേഹത്തിന്റെ ആഗ്രഹമായ, അദ്ദേഹത്തിന്റെ ഇഷ്ടമായ ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അത് നമ്മൾ അനുഭവിച്ചറിയും. എനിക്ക് വളരെയധികം വ്യക്തിപരമായിട്ട് നമ്മൾ സാധാരണ അഭിനയിക്കാത്ത പടത്തിന്റെ ഫംഗ്ഷനൊക്കെ പോകണം അവിടെ വരെ എന്ന് പറയും. പക്ഷെ വിജയേട്ടൻ ഇനി വിളിച്ചില്ലെങ്കിലും ഇങ്ങനെ ഏത് ഫംഗ്ഷനെ വിളിച്ചാലും നമ്മൾ വന്നു പോകും. കാരണം അതാണ് വിജയേട്ടൻ്റെ ഒരു ബോണ്ടിങ്, ഒരു എന്നാ പറയുന്ന ഒരു സ്നേഹം. അപ്പോൾ തീർച്ചയായിട്ടും ഭീഷ്മർക്കിൻ്റെ എല്ലാവരും ആശംസകളും ഒരു വലിയ വിജയമാവട്ടെ. എനിക്ക് തോന്നുന്നു ധ്യാനിൽ നിന്നും ചുറ്റുപാടുള്ളവരിൽ നിന്നും അറിയുന്നതനുസരിച്ചിട്ട് പടം വളരെ രസകരമായ നല്ല തമാശകളുള്ള നല്ല സിനിമയായിട്ടാണ്. പാട്ട് നന്നായിട്ടുണ്ട്. പ്രത്യേകിച്ച് ധ്യാൻ്റെ ആ എക്സ്പ്രഷൻ ആദ്യമായിട്ടാണ് തോന്നുന്നു ധ്യാൻ അങ്ങനത്തെ ഒരു എക്സ്പ്രഷൻ. ഫ്രഷാണ്. ദിലീപ് പോലും അന്തം വിട്ടുപോയി. ഈ വെപ്പ പഠിച്ചതേ. അപ്പൊ എന്തായാലും വളരെ നന്നായിട്ടുണ്ട്. പാട്ടുകൾ വളരെ നല്ല ലൈറ്റ്സ് ആണെങ്കിലും രഞ്ജിൻ്റെ നല്ല പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നുണ്ട്. നമുക്കൊരു ഇഷ്ടം തോന്നും. ഇതിനെ നന്നായിട്ട് പാടിയിട്ടുണ്ട്. ഒരു വലിയ വിജയമാവട്ടെ. എനിക്കൊന്നു വിജയേട്ടൻ്റെ ആരോഗ്യത്തിന്റെ ചെറുപ്പത്തിന്റെ രഹസ്യം സംവിധാനം ചെയ്യുന്നതാണ് തോന്നുന്നു. അത് എല്ലാ സിനിമാ പ്രവർത്തകർക്കും അങ്ങനെയാണ്. കാരണം കട്ടിലെ കിടക്കാണെങ്കിലും ഒരു പടം കിട്ടിയാൽ നമ്മൾ എനർജറ്റിക് ആവും. വിജയേട്ടൻ്റെ ആരോഗ്യത്തിന്റെ സാധാരണ ഇപ്പൊ എത്രയും പെട്ടെന്ന് വിജയേട്ടൻ അടുത്ത സിനിമയിൽ സംവിധാനം ചെയ്യട്ടെ. ഇനി എന്ത് വന്നാലും ഞാൻ അടുത്ത സിനിമയിലുണ്ടാവും. എന്റെ റോൾ എടുക്കാവുന്ന ആരും വിചാരിക്കണ്ട. അപ്പം ഒരിക്കൽ കൂടി ഭീഷ്മർക്ക് വിജയേട്ടന് എല്ലാവരും നന്മകളും നേരുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. സന്തോഷം. റോള് തന്നില്ലെങ്കിലും നമ്മളൊരു ദൗത്യം ഏൽപ്പിക്കുകയാണ്. അടുത്ത പാട്ടിൻ്റെത് ഞങ്ങളൊന്ന് സ്വിച്ച് ഓൺ ചെയ്യണം. പോസിൽ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. 3, 2, 1 ഞങ്ങളുടെ അടുത്ത സോങ്. യെസ്,
ഇനി സാറ് പോയി സീൻ ഫീൽ ചെയ്തത് നല്ലൊരു കൈയടി നൽകിക്കൊണ്ട് തന്നെ ആ ഒരു സോങ്ങിനെ നമ്മൾ ഇതാ മലയാളക്കരയ്ക്ക് വേണ്ടി സമർപ്പിച്ചു കഴിഞ്ഞു. ഇനി വേദിയിലേക്ക് ഞങ്ങൾക്ക് വേണ്ടിയുള്ള ആശംസകൾ അറിയിക്കാനായിട്ട് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇന്നിവിടെ എത്തിച്ചേർന്ന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ റെപ്രസെന്റ് ചെയ്ത സുരേഷ് കുമാർ സർ, ഒപ്പം തന്നെ രാകേഷ് സർ എന്നിവരെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. കൂടാതെ തന്നെ ഫിലിം ചേംബറിനെയും ഫിയോക്കിനെയും റെപ്രസെന്റ് ചെയ്ത് ഈ വേദിയിലെത്തിയിരിക്കുന്ന സോണി തോമസ് സർ, ഈ മൂന്നുപേരെയും ഞാൻ ഈ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുകയാണ്. നിറഞ്ഞ കൈയടി നൽകിക്കൊണ്ട് മൂവരെയും ഞാൻ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ഭീഷ്മറിന്റെ ഓഡിയോ ലോഞ്ച് സെറമണിയാണ് സാക്ഷ്യം വഹിക്കുന്നത്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ റെപ്രസെന്റ് ചെയ്താണ് സുരേഷ് കുമാർ സർ, ഒപ്പം തന്നെ ഞങ്ങളുടെ രാകേഷ് സർ എത്തിയിരിക്കുന്നത്. കൂടാതെ ഞങ്ങളുടെ ഫിലിം ചേംബറിനെ റെപ്രസെന്റ് ചെയ്ത ഫിയോക്കിനെ റെപ്രസെന്റ് ചെയ്ത സോണി തോമസ് സാറുമുണ്ട്. സോ സുരേഷ് കുമാർ സർ, ഈ ഒരു മൊമെന്റിൽ എന്താണ് ഷെയർ ചെയ്യാനുള്ളത്? എല്ലാവർക്കും നമസ്കാരം. ഞാൻ വന്നപ്പോൾ ലേറ്റായി. ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് വരെയാണ് മറ്റേ വന്ദേ ഭാരതിൽ വന്നിറങ്ങി ഇവിടെ എത്തിയപ്പോൾ താമസിച്ചു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ബാക്കി പാട്ട് കാണാൻ പറ്റില്ല. ഈ പാട്ട് കണ്ടു, വളരെ ഇഷ്ടപ്പെട്ടു. അപ്പം ഇനി അടുത്ത പാടലും തുടങ്ങി അല്ലേ? കൊള്ളാം, നല്ല പരിപാടി. ഉണ്ണികൃഷ്ണൻ നന്നായിരിക്കുന്നു. ഈ പാട്ട് നല്ല രസമുണ്ട്. അപ്പോൾ ഞാൻ വിജയേട്ടന് ഞാനുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് എത്രയോ കൊല്ലമായിട്ടുള്ളത്. എനിക്കൊന്നൊരു 30-35 കൊല്ലത്തെ പഴക്കമുണ്ട് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. അദ്ദേഹം ഈസ്റ്റ് കോസ്റ്റ് അവിടുത്തെ നമ്മുടെ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്ന സമയം പോലുള്ള ബന്ധമാണ്. അപ്പം വിജയേട്ടൻ വിളിച്ചുകൊണ്ട് മാത്രമാണ് നമ്മുടെ ഇതിനു വേണ്ടിയിട്ട് വന്നത്. ഞാനും രാകേഷും തിരുവനന്തപുരത്ത് നിന്ന് വരികയാണ്. എന്തായാലും ഇതൊരു നല്ലൊരു എൻ്റർടൈനറാണെന്ന് ഉള്ള ഒരു ഫ്ലേവർ അതിൻ്റെ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും നല്ലൊരു ഗംഭീര ഹിറ്റാവട്ടെ. വിജയേട്ടൻ്റെ ഡയറക്ഷൻ കുറേ പടങ്ങളായി. അപ്പം എല്ലാ പടങ്ങളും വ്യത്യസ്തമായ രീതിയിലാണ് വിജയേട്ടൻ ചെയ്യുന്നത്. എന്തായാലും ഇത് നല്ലൊരു എൻ്റർടൈനർ ആവട്ടെ. എല്ലാ വിജയം ആശംസിക്കുന്നു എല്ലാവർക്കും. നിങ്ങളുടെ എല്ലാ ഹോൾ ടീമിന് എല്ലാ വിജയവും ആശംസിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. നിരവധി വർഷങ്ങളായിട്ട് സംഗീത രംഗത്തും സിനിമാ രംഗത്തും നിൽക്കുന്ന ആളാണ് വിജയേട്ടൻ. അദ്ദേഹം ഇപ്പോൾ 4-5 സിനിമയായി സംവിധാനം ചെയ്യുന്നു. ഭീഷ്മർ എന്ന പേര് പോലെ തന്നെ ശക്തവും ആയ ഒരു സിനിമയായിരിക്കും ഇതെന്നുള്ള കാര്യത്തിൽ ഇതിൻ്റെ സോങ്ങൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. എല്ലാവർക്കും നമസ്കാരം. 6:30 മണിക്ക് തന്നെ എത്തണമെന്ന് വിചാരിച്ചതാണ്. സുരേഷ് ചേട്ടൻ്റെ ആക്ഷനും വരാൻ ലേറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ലേറ്റ് ആയത്. എന്തായാലും സാധാരണ വിജയേട്ടൻ സിനിമയുടെ എല്ലാ സിനിമകളും അതിലെ പാട്ടുകളൊക്കെ സൂപ്പർ ഡൂപ്പർ ഹിറ്റായി. അപ്പോൾ അതിനേക്കാളും വ്യത്യസ്തമായി അതിൽ അഭിനയിക്കുന്നവരൊക്കെ കൊണ്ട് പാടിപ്പിച്ചുകൊണ്ട് ഒരു നല്ല സിനിമ. ഈ അടുത്ത കാലങ്ങളായിട്ട് സിനിമ തിയേറ്ററിലൊക്കെ കളക്ഷൻ തീരെ മോശമാണ്. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ സിനിമയെ നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്. പ്രേക്ഷകർ ഇത് ഏറ്റെടുക്കട്ടെ, ഒരു ഗംഭീര വിജയമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നതിന് ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരു വലിയ നന്ദി അറിയിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ 3 ടെക്നിറ്ററീസിനെ തിരിച്ച് ഞങ്ങളുടെ സീറ്റിലേക്ക് ക്ഷണിക്കുന്നത്. താങ്ക് യു സോ മച്ച് സർ. മൂവിംഗ് ഓൺ, ഞങ്ങളുടെ ഇന്നത്തെ ഭീഷ്മർ എന്ന ചിത്രത്തിലെ മ്യൂസിക് സെക്ഷൻ കൈകാര്യം ചെയ്തിരിക്കുന്ന 4 പേരെ ഞാൻ ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഞങ്ങളുടെ മ്യൂസിക്കിന്റെ ക്രിയേറ്റേഴ്സ് കൂടിയാണ്. ആദ്യം തന്നെ വേദിയിലേക്ക് നിറഞ്ഞ കൈയ്യടി നൽകിക്കൊണ്ട് സ്വാഗതം ചെയ്യുന്നു രഞ്ജിൻ രാജ്, ഞങ്ങളുടെ മ്യൂസിക് കമ്പോസർ. ഒപ്പം തന്നെ ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും കൈകാര്യം ചെയ്തിരിക്കുന്ന രഞ്ജിൻ രാജ്. ഞങ്ങളുടെ 2 ഗാനങ്ങൾ രചിച്ചിരിക്കുന്ന ഹരിനാരായണൻ. ഒപ്പം തന്നെ ബാക്കിയുള്ള 2 ഗാനങ്ങൾ എഴുതിയിരിക്കുന്ന സന്തോഷ് വർമ്മ സർ. ഒപ്പം തന്നെ ഞങ്ങളുടെ ഇന്നത്തെ ഗായികയായ 2 ഗാനങ്ങൾ ആലപിച്ച ഭീഷ്മർ എന്ന ചിത്രത്തിലെ 2 ഗാനങ്ങൾ ആലപിച്ച അനില രാജീവ്. ഇത്രയും ഞങ്ങൾ ഇതാ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. രഞ്ജിൻ രാജ് ഞങ്ങളുടെ അഭിമാനമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. രഞ്ജിൻ, ഞങ്ങൾ 2 സോങ് കണ്ടു കഴിഞ്ഞു. ഭീഷ്മറിന്റെ ഭയങ്കരമായിട്ടുള്ളൊരു റിയാക്ഷൻ ആണ് കിട്ടുന്നത്. സോ എന്താണ് പറയാനുള്ളത്? താങ്ക് യു സോ മച്ച് എല്ലാവരോടും. ആദ്യം തന്നെ നിങ്ങളെല്ലാവരെയും പോലെ ഈസ്റ്റ് കോസ്റ്റിന്റെ ഗാനങ്ങൾ കേട്ട് വളർന്ന ഒരു ചൈൽഡ്ഹുഡ് തന്നെയാണ് എൻ്റെ. ഞാൻ പറയാറുണ്ട് സാറിനെ കൊണ്ട് എണ്ണിണക്കിളിയുടെ എന്ന സോങ് ഞാൻ പല വേദികളിലും കോമ്പറ്റീഷനൊക്കെ പാടിയിട്ടുണ്ട് പണ്ട് ലൈവ് മ്യൂസിക് പാടുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ ആ ഒരു കാലം തൊട്ട് എൻ്റെ ചെറുപ്പം തൊട്ട് പാടി തുടങ്ങുന്ന സമയം തൊട്ട് പാടാറുള്ള പാട്ടുകൾ ഈസ്റ്റ് കോസ്റ്റിന്റെ പല പാട്ടുകളുണ്ട്. അപ്പോൾ ആ ചെറുപ്പം തൊട്ട് തന്നെ മ്യൂസിക്കിന് ഇത്രയും പ്രാധാന്യമുള്ള ഒരു ഓഡിയോ കമ്പനി എന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ പടം ചെയ്യാൻ പറ്റുന്നോ സിനിമ ചെയ്യാൻ പറ്റുമോ ചിന്തിച്ചിട്ടില്ല.
ഇന്ന് സാറും സംവിധാനം ചെയ്ത അല്ലെങ്കിൽ സാർ പ്രൊഡ്യൂസ് ചെയ്ത 3 സിനിമകൾ കണ്ടിന്യൂസ്ലി എനിക്ക് മ്യൂസിക് ചെയ്യാൻ പറ്റി. കള്ളനും ഭഗവതിയും ചിത്തിനി ആൻഡ് ദിസ് വൺ ഭീഷ്മർ. 3നും മ്യൂസിക്കിന് അത്രയും പ്രാധാന്യമുണ്ട്. പിന്നെ ഏറ്റവും എനിക്ക് അഭിമാനം പറഞ്ഞാൽ സാറ് കണ്ടിന്യൂസ്ലി 3 പടത്തിൽ വെക്കണമെങ്കിൽ എന്തായാലും സാറിന് അത്രയും മ്യൂസിക് സെൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാറായിട്ട് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റി, സാറിന് അത് ഇഷ്ടപ്പെടാനുള്ളൊരു അവസരം എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയെന്നും കൂടെ ഞാൻ വളരെ അഭിമാനത്തോടെ ചിന്തിക്കാറുണ്ട്. അപ്പോൾ അതെനിക്ക് വളരെ ഊർജവും മുന്നോട്ടുള്ള എൻ്റെ ജേണിയിൽ ഒരുപാട് ഒരു മോട്ടിവേഷനും ഒക്കെയാണ് സാറുടെ സപ്പോർട്ട് എന്ന് പറയുന്നത്. ഈ സാർ ഇപ്പോൾ ധ്യാൻ ചേട്ടനൊക്കെ പറഞ്ഞ പോലെ തന്നെ സാർ ഇപ്പോൾ മാഷെന്ന പ്രിൻസിപ്പൾ വാട്ട് എവർ എന്നെ ഡിസിപ്ലിൻ, ഇപ്പോഴും സാറ് ഞാൻ ഡിസിപ്ലിൻഡ് അല്ല എന്ന് പറയുന്ന ആളാണ് എൻ്റെ ടൈമിംഗ് ഒക്കെ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഡിസിപ്ലിൻഡ് ആയിട്ട് എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകുന്നതിൽ ഇപ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ്. അത് സാറിന് വലിയൊരു പാർട്ടാണ് അതിൽ. കാരണം സാർ അത്രയധികം നമ്മളെ പഠിപ്പിക്കും, സമയത്തിന് എത്തുക, സമയത്തിന് തീർക്കുക, സമയത്തിന് പാട്ട് കമ്പോസ് ചെയ്ത് തീർക്കുക, BGM ആണെങ്കിലും. ഈ പടം എന്ന് പറയുന്നത് ഭീഷ്മർ മ്യൂസിക്കിന് ഒരുപാട് പ്രാധാന്യമുള്ള സിനിമയാണ്. ഇപ്പോൾ കേട്ട ഈ 2 പാട്ടുകൾ കൂടാതെ ഇനിയും പാട്ടുകളുണ്ട്. പിന്നെ അതിനും അപ്പുറം ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് അത്യാവശ്യം വളരെ സ്പേസ് ഉള്ളൊരു മൂവിയായിരുന്നു. കാരണം സ്കോർ ഇങ്ങനെ പൊക്കൊണ്ടേയിരിക്കണം, വളരെ ഡൈനാമിക്സ് ഇങ്ങനെ മാറി കയറിയും ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന പടമാണ്. എൻ്റെ കൂടെ ഒരു നല്ലൊരു ടീം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എല്ലാവരും വിളിച്ചിരുന്നു, പലരും എത്തിയിരുന്നു. ഗ്ലാഡി എത്തിയിട്ടുണ്ട്. ഗ്ലാഡിയൊക്കെ എൻ്റെ പ്രോഗ്രാമറായിട്ട് വർക്ക് ചെയ്തു ഈ പടത്തിൽ. എബി ഉണ്ടായിരുന്നു, എബി ടോം സിറിയാക്ക്. മിഥുനാനന്ദ് മിക്സിംഗിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സഞ്ജിത്ത് വന്നിട്ടുണ്ട്. അതൊക്കെ എൻ്റെ കൂടെ ഒറ്റക്കെട്ടായിട്ട് എൻ്റെ ടെക്നിക്കൽ ടീമായിട്ട് വർക്ക് ചെയ്ത ആൾക്കാരാണ്. അവരോട് എല്ലാവരോടും നന്ദി പറയുന്നു. എല്ലാത്തിലുപരി ഹരിനാരായണൻ ചേട്ടൻ, എനിക്ക് തോന്നുന്നു സാറുടെ ഫിലിമിൽ ആദ്യമായിട്ടാണ് ഹരിയേട്ടൻ എഴുതുന്നത്. ഇതിനു മുന്നേ സന്തോഷേട്ടനാണ് ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സാറുടെ അടുത്തേക്ക് എന്നെ ആദ്യമായിട്ട് കൊണ്ടുപോകുന്നതും ഒരു സൗഹൃദം ഉണ്ടാക്കുന്നതും ആ മ്യൂസിക്കൽ സ്പേസ് ക്രിയേറ്റ് ചെയ്തതെന്ന് ഒരു കാരണം സന്തോഷേട്ടനാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് സാറായിട്ട്. പിന്നെ ഹരിയേട്ടൻ്റെ കൂടെ ഈ പടത്തിൽ 2 പാട്ടിലാണ് ഞാൻ വർക്ക് ചെയ്തത്. ഒന്ന് പ്രാവി എന്ന് പറഞ്ഞ് ഇപ്പം നിങ്ങൾ കേട്ട സോങ്, അത് പാടിയത് വിനീതേട്ടനും അനില രാജീവുമാണ്. ഇനി ഒരു സോങ് ഇത്തിരി പോകുന്നൊരു എന്ന് പറഞ്ഞിട്ട് വളരെ റൊമാൻറ്റിക് ആയിട്ടൊരു സോങ് ഉണ്ട്. അത് വാലന്റൈൻസ് ഡേയിലേക്ക് ഞങ്ങൾ അതിന്റെ ചെറിയൊരു ടീസർ പോലെ സോങ് ടീസർ വിട്ടിട്ടുണ്ടായിരുന്നു. അത് പാടിയതും അനിലയാണ്. അനില എന്തുകൊണ്ട് ചൂസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനില ഇപ്പൊ നിങ്ങൾ എല്ലാവരും കേട്ട തുടരും പോലെയുള്ള പടത്തിലെ പേമാരി പോലെയുള്ള സോങ്ങും ദുപ്പട്ട വാരി പോലെയുള്ള സോങ്ങും അല്ലെങ്കിൽ കിളിയെ ഏറമ്പിലെ കിളിയെ എന്ന് പറഞ്ഞ സോങ് ഒക്കെ അനില പാടിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അത് എല്ലാവർക്കും അറിയും അനിലയാണ് പാടിയെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്ന എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അനിലയുടെ വോയിസിന്റെ ഒരു റേഞ്ചിന്റെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വളരെ ബേസ് ആയിട്ടുള്ള ഒരു ശബ്ദം, അറ്റ് ദ സെയിം ടൈം അതേ ഒക്ടേവിന്റെ ഹൈ ഈക്വലി സെയിം ക്വാളിറ്റിയിൽ പാടാൻ പറ്റുന്ന ഒരു ഗായികയാണ് അനില. അതാണ് അനില ഈ സിനിമയിലെ പാട്ടുകളിൽ വരാനുള്ള കാരണം. അതുപോലെ വിനീതേട്ടൻ, ധ്യാൻ ചേട്ടൻ പാടി. താങ്ക് യു, നിങ്ങൾ എല്ലാവരും ഗംഭീരമായിട്ട് പാടി. താങ്ക് യു സോ മച്ച് വിഷ്ണു, എവ്രിവൺ. ഞാൻ ഹരിയേട്ടന് കൊടുക്കുകയാണ്. താങ്ക് യു സർ. ഒരു റിക്വസ്റ്റ് ഉണ്ട്. കാരണം ഞങ്ങളുടെ ഭീഷ്മറിന്റെ മ്യൂസിക് ടീം കംപ്ലീറ്റ് ആവണമെങ്കിൽ ഇന്ന് റിലീസ് ചെയ്യുന്നില്ല എങ്കിൽ കൂടി ഞങ്ങളുടെ ഒരു ഗാനം ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത OM കരുവാരക്കുണ്ട് സാറിനെ കൂടി ഞാൻ ഈ വേദിയിലേക്ക് ഒന്ന് ക്ഷണിക്കുകയാണ്. ഇന്ന് ആ സോങ് ഞങ്ങൾ റിലീസ് ചെയ്യുന്നില്ലെങ്കിലും അദ്ദേഹം ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ വേദിയിലേക്ക് ഇവിടെ ഇതാ ക്ഷണിക്കുകയാണ്. ഞങ്ങളുടെ ഭീഷ്മറിന്റെ മ്യൂസിക് ടീമാണ് ഇവിടെ നിൽക്കുന്നത്. യെസ്, സന്തോഷ് സർ. എല്ലാവർക്കും നമസ്കാരം. പതിവ് പോലെ ഈശ്വസിൻ്റെ വർക്കുകൾ ഒരുപാട് കാലമായിട്ട് തുടർച്ചയായിട്ട് കൂടെയുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ സിനിമയിലും അങ്ങനെ 2 ഗാനങ്ങൾ എഴുതി. ഇപ്പോൾ തൊട്ട് മുൻപ് കേട്ട കാട്ടുപുലി എന്ന് പറയുന്ന പാട്ട്, ഈ പാട്ടിനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഭയങ്കര രസകരമായ സംഭവമാണ്. ഈ പാട്ട് റെഡി ആവാൻ വിജയൻ സാറെ വിളിച്ചിട്ട് രഞ്ജിനൊന്നും ചൂടുണ്ടെന്ന് പറയും, രഞ്ജിൻ ചൂടില്ല, എന്നോട് എഴുതാൻ പറയും, ഞാൻ എഴുതില്ല, നീ ആദ്യം ചൂട്, ഞാൻ 2ാമത് എഴുത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഉഴപ്പി അവസാനം ഒരു ദിവസം ഞാൻ സാറിൻ്റെ അടുത്ത് പോയി. അങ്ങനെ പെട്ടെന്ന് ഞാൻ എഴുതിയ ശേഷം രഞ്ജിൻ ഈ പാട്ട് ട്യൂൺ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര പെട്ടെന്ന് ഭയങ്കര രസകരമായിട്ട് എഴുതാൻ പറ്റിയൊരു പാട്ടായിരുന്നു ഈ പാട്ട്. അപ്പോൾ അതിനേക്കാൾ വലിയ എൻ്റെ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മലയാളത്തില് ഒരുപാട് താരങ്ങൾ എന്റെ പാട്ട് പാടിയിട്ടുണ്ട്. അത് ആരൊക്കെയാന്ന് ചോദിച്ചാൽ എണ്ണമറ്റ ഈ താരങ്ങൾ ഒരുപാട് പേര് പാടിയിട്ടുള്ള എന്റെ വരികളാണ്. അറിയില്ല ഇവിടെ പാടി, ഇവിടെ നീ പാടും, ഇല്ല ഞാൻ അറിയില്ല. അങ്ങനെ ഒരുപാട് പേര് പാടി. അപ്പൊ ഈ പടത്തില് ഒരു കൂട്ടം താരങ്ങൾ ഒരുമിച്ച് പാടി എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. എന്ത് തന്നെയാണെങ്കിലും ഒരുപാട് സംസാരിപ്പിച്ച് ദീർഘിപ്പിക്കുന്നില്ല. സിനിമ തീർച്ചയായിട്ടും ഹിറ്റാവും, പാട്ടുകളും എല്ലാം ഹിറ്റാവും, എല്ലാം
എല്ലാം വളരെ നന്നായി വരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. വലിയ സന്തോഷം ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സാറിൻ്റെ ഒരു സിനിമയിൽ ആദ്യമായിട്ടാണ് പാട്ട് എഴുതുന്നത് എങ്കിലും ജീവിതത്തിൽ ആദ്യമായിട്ട് പാട്ട് എഴുതിയത് ഈസ്റ്റ് കോസ്റ്റിന് വേണ്ടിയിട്ടാണ് ഒരു ആൽബത്തിൽ. അങ്ങനെയാണ് പാട്ടെഴുത്തിൻ്റെ കരിയർ തുടങ്ങുന്നത്. അതിനുശേഷം ഈസ്റ്റ് കോസ്റ്റിൻ്റെ ഒരു സിനിമയുടെ ഭാഗമായിട്ട് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ വലിയ സന്തോഷം ഉണ്ട്. 2 പാട്ടുകൾ ഇതിൽ ചെയ്യാൻ പറ്റി. രഞ്ജിൻ്റെ മ്യൂസിക്കിൽ വിജയൻ സാറിൻ്റെ നിർദ്ദേശത്തിൽ 2 പാട്ട് ചെയ്യാൻ പറ്റി. നന്നായി വരും എന്ന് പ്രതീക്ഷിക്കുന്നു. ഭീഷ്മരും നന്നായി വരും എന്ന് പ്രതീക്ഷിക്കുന്നു. ആ പാട്ടുകളും സിനിമയും ഒരുപോലെ സ്വീകരിക്കപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാ ആശംസകളും. വളരെ സന്തോഷം. ഒരുപാട് വർഷങ്ങളായി, 4 നൂറ്റാണ്ട് കാലമായി ഞങ്ങൾ തമ്മിലുള്ള ബന്ധം, ഈസ്റ്റ് കോസ്റ്റ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. ഒത്തിരി പാട്ടുകൾ എൻ്റെത് ചെയ്തിട്ടുണ്ട് ഈസ്റ്റ് കോസ്റ്റ്. ഗംഭീരമാണ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ആ കമ്പനി കൊണ്ട് എൻ്റെ പാട്ടുകൾ മിതാദ് സന്ധ്യ എന്ന പേരിൽ വിദേശത്ത് പരിപാടി കൂടി ആ ആൽബത്തിൻ്റെ പേരിൽ നടത്തിയിട്ടുണ്ട്. മാത്രമല്ല മലയാളത്തിലെ ആദ്യത്തെ മ്യൂസിക് ആൽബം എന്നുള്ള നിലയിലാണ് മിതാദ് ഇറക്കിയത്. ഇന്നിപ്പോൾ മൂവിയിലേക്കും എൻ്റെ പാട്ടെടുത്തതിൽ വളരെയധികം സന്തോഷം ഹൃദയത്തിൻ്റെ അകത്തുനിന്ന് രേഖപ്പെടുത്തുകയാണ്. നമസ്കാരം. ആദ്യമായി തന്നെ ഇങ്ങനൊരു വേദിയിൽ നിൽക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു വിജയൻ സർ ആൻഡ് രഞ്ജിൻ ചേട്ടാ. ഈസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും പോലെ തന്നെ എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് മെമ്മറിയാണ്, നൊസ്റ്റാൾജിയാണ്. സോ ഞാൻ ഇഷ്ടപ്പെടുന്ന ഇപ്പോഴും പ്ലേലിസ്റ്റിലുള്ള ഒരുപാട് പാട്ടുകൾ ഈസ്റ്റ് കോസ്റ്റിൻ്റെ ഉണ്ട്. സോ ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തതല്ല ഈസ്റ്റ് കോസ്റ്റിൻ്റെ ഒരു സോങ്, അതും ഇരട്ടി മധുരം എന്ന് പറയാം, 2 സോങ്സ് പാടാൻ അവസരമുണ്ടായി ഭീഷ്മർ എന്ന ഈ സിനിമയിൽ. അതിലെനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ രഞ്ജിൻ ചേട്ടനോടാണ്. നമുക്കറിയാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെലഡീസ് അദ്ദേഹം മലയാള സിനിമയ്ക്ക് തന്നിട്ടുള്ള ഒരാളാണ്. സോ ഈ പാട്ടുകൾ ഞാൻ പാടിയത് എന്തെങ്കിലും നന്നായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ്സും രഞ്ജിൻ ചേട്ടനാണ്. അദ്ദേഹം തന്നെ വളരെ നല്ലൊരു സിംഗറാണ്. സോ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രഞ്ജിൻ ചേട്ടൻ. താങ്ക് യു സോ മച്ച്. ആൻഡ് വിജയൻ സാർ ആണെങ്കിലും പാടുന്ന ടൈമിലും റെക്കോർഡിംഗ് ടൈമിലും ഒക്കെ വിജയൻ സാർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇൻപുട്സും എക്സ്പ്രഷൻ വൈസും ഓരോന്ന് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതൊക്കെ വളരെ ഒരു നല്ല ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് വേദിയിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും സ്റ്റാർ സ്ട്രക്ക് എന്ന് തന്നെ പറയാം. എല്ലാവരെയും കണ്ടതിൽ, എൻ്റെ പ്രിയപ്പെട്ട താരങ്ങൾ എല്ലാവരെയും കണ്ടതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഭീഷ്മർ ഒരു വലിയ ഹിറ്റ് തന്നെ ആവട്ടെ. പാട്ടുകളും എല്ലാവരും കേൾക്കുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു. രഞ്ജൻ ഇത് ട്രാക്ക് പാടിയ ചോയ്സ് ആയിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് വെച്ചതാണ്. രഞ്ജിന്റെ അല്ല, എന്റെയാണ് തീരുമാനം. തീർച്ചയായിട്ടും രഞ്ജിൻ ഇത് ട്രാക്ക് പാടി അയച്ച ഒരു വോയിസ് ആയിരുന്നു. അപ്പൊ ഇത് കേട്ടപ്പോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഈ മറ്റേ പാട്ടും വേറൊരാളെ പാടിയായിരുന്നത് മൂലം നിങ്ങൾക്ക് തന്നെ അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവും. താങ്ക് യു സോ മച്ച് സർ. 2 പാട്ടുകളാണ് സാറ് പറഞ്ഞതുപോലെ അനില ഈ ചിത്രത്തിൽ നമുക്ക് വേണ്ടി പാടിയിരിക്കുന്നത്. മാത്രമല്ല ഇന്നത്തെ ഒരു ഓഡിയോ ലോഞ്ച് ഞങ്ങൾ തുടങ്ങുന്നത് ഒരു ഗണേശ സ്തുതിയോടെ ആയിരുന്നു. അത് ആലപിച്ചത് നിങ്ങൾ കണ്ടില്ല എങ്കിൽ പോലും മറവിലിരുന്നത് ആലപിച്ചത് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ കമ്പോസർ കൂടിയായ രഞ്ജിൻ രാജ് ആയിരുന്നു. അപ്പം വിജയൻ സാറിന്റെ വലിയ തീരുമാനമായിരുന്നു രഞ്ജിൻ തന്നെ അത് ആലപിച്ച് നമ്മുടെ ഇന്നത്തെ ഓഡിയോ ലോഞ്ച് തുടങ്ങണമെന്ന്. താങ്ക് യു സോ മച്ച് രഞ്ജിൻ ഫോർ ദാറ്റ്. നല്ലൊരു കൈയടി എടുക്കുന്നു. ഞങ്ങളുടെ ബാക്കിയുള്ള മ്യൂസിക് ടീമിലെ എല്ലാ ഡിഗ്നിറ്ററീസിനോടും സീറ്റഡ് ആകാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇനി ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു ഇവന്റിൽ ഏറ്റവും ഒരു പിവറ്റൽ ആയിട്ടുള്ള ഒരു മൊമെന്റിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്. മറ്റൊന്നുമല്ല, 2ാമത്തെ ഗാനം നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ ഇവിടെ അനാവരണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പാട്ട് തീർച്ചയായിട്ടും റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ പാടിയതിന്റെ ഒരു മെറിറ്റോറി ഒന്നും പറയാൻ പറ്റില്ല. എന്നാൽ പോലും നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു വേദിയിൽ അത് ലൈവായിട്ട് ചെയ്യണമെന്ന് വിജയൻ സാറും ഞാനും ഒക്കെ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുകയാണ്. സ്പെഷ്യലി വിജയൻ സാർ എന്നോട് പറഞ്ഞു ഇവരെ സമ്മതിക്കില്ല, എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ പാട്ട് ലൈവായിട്ട് ചെയ്യാൻ വേണ്ടി മലയാളത്തിന്റെ അഭിമാന താരങ്ങളായ ധ്യാൻ ശ്രീനിവാസൻ, വിഷ്ണു ഉണ്ണികൃഷ്ണനെ ഞാൻ ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ഒപ്പം തന്നെ ബാക്കിയുള്ള ഞങ്ങളുടെ കംപ്ലീറ്റ് നിങ്ങളുടെ ഗഡീസിനെ അഖിൽ കവലിയൂർ, ജിമിൻ, ബാക്കി ഉണ്ണിലാലും എല്ലാവരും പ്ലീസ്. ആൻഡ് ദിലീപേട്ടാ ഇവരെല്ലാവരും കൂടെ ഞാൻ പാടിക്കട്ടെ ലൈവായിട്ട് പ്ലീസ്. ധ്യാൻ ഇല്ല ദിലീപേട്ട വേണോ?
ലൈവായിട്ട് ചെയ്യാൻ പോവാണ്. കാട്ടുപുലി എന്ന് തുടങ്ങുന്ന ഗാനം നമ്മൾ കണ്ടായിരുന്നു. സോ വിജയൻ സാർ ആദ്യമേ പറഞ്ഞു ഇവര് സമ്മതിക്കില്ല. വിജയൻ സാർ ഇവര് സമ്മതിക്കാതിരിക്കുന്നു. എന്നാലും നമ്മൾ എങ്ങനെയെങ്കിലും സാറിനെ വരുന്നു, മാഷ് വരുന്നു. നിങ്ങളുടെ വിജയൻ സാർ എത്തി. വിജയൻ സാർ എത്തിയാൽ നിങ്ങൾ എണീറ്റേ പറ്റൂ. മാഷ് എത്തി കഴിഞ്ഞു. ബോയ്സ് കം ഓൺ, ബോയ്സ് കം ഓൺ. അതാ അതാണ് ദിലീപേട്ട ലൈവായിട്ട് അത് ചെയ്യാൻ പോവാണ്. ഓക്കെ, ജോണി ആന്റണി സാറിന് യെസ്. അതുകൊണ്ട് അങ്ങനെ ഞങ്ങളുടെ ബോയ്സ് എല്ലാവരും ഇവിടെ എത്തുകയാണ്. ഇല്ല, ലിറിക്സ് ഒന്നും നിങ്ങൾ പാടണം. വിജയൻ സാർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇതിൽ ആര് തെറ്റിക്കുന്നോ അവർ അടുത്ത സിനിമയിൽ നിന്ന് കട്ട് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് സോ യെസ്, ആർക്ക് മൈക്ക് വേണം? ധ്യാൻ ശ്രീനിവാസൻ മൈക്ക്, മൈക്ക് 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 എല്ലാവർക്കും മൈക്ക് പ്ലീസ്, മൈക്ക്. ധ്യാൻ ശ്രീനിവാസൻ മൈക്ക്, കോറസിന് മൈക്ക്. ലീഡ് സിംഗേഴ്സ് ഫ്രണ്ടിൽ നിൽക്കൂ, ലീഡ് സിംഗേഴ്സ് ഫ്രണ്ടിൽ. ഓക്കെ, വിജയൻ സാർ ലൈവായിട്ട് ഇവര് ചെയ്യാൻ പോവാണ്. രഞ്ജിന് കൂടി വേണം, രഞ്ജിൻ കൂടി വേണമെന്ന് പറയുന്നു. രഞ്ജിൻ എന്നിട്ട് രഞ്ജിന്റെ മൈക്ക് മാത്രം ഓൺ ചെയ്തു. സോ ബോയ്സ് റെഡി ആണോ? നിങ്ങൾ എനർജിയിൽ നിൽക്ക് ബോയ്സ്, കം ഓൺ കം ഓൺ. നിങ്ങൾ ഒന്ന് ഉഷാറായിട്ടൊന്ന് വിളിച്ചേ. ഭീഷ്മറിന് റെഡി. നിങ്ങൾ കോറസ് ഇച്ചിരി അത് ലീഡ് സിംഗേഴ്സ് മുന്നിൽ നിൽക്കണം. ഓക്കെ, ലിറിക്സ് തരാനായിട്ട് സാർ വിളിക്കുന്നു. തെറ്റിക്കരുത് മാക്സിമം. ശരിക്കും വിനീത് ശ്രീനിവാസന്റെ ഒരു പാഴയാവുമോ ധ്യാൻ ശ്രീനിവാസൻ എന്ന ഈ ഗായകൻ? അല്ല, ഒരു പാഴയാവോ? കാരണം നിങ്ങൾ സിംഗിങ്ങിലേക്ക് കൂടെ കാർഡ് എടുത്ത് വെക്കുന്നു. നിങ്ങൾ എന്തോ കൽപ്പിച്ചിട്ടാണ്, എന്തോ നിങ്ങൾ കരുതിയിട്ടുണ്ട്. എനിക്ക് കാണാം. ഇത് കഴിയുമ്പോ അറിയാം പാരയാവോ. ഇനി പറ ദിലീപേട്ട, വിജയൻ സാർ ഈ സിനിമയിൽ തന്നെ വിനീത് ശ്രീനിവാസൻ ഒരു ഗാനം ആലപിച്ചിട്ടുണ്ട്, ധ്യാൻ ശ്രീനിവാസന്റെ മറ്റൊരു ഗാനം ആലപിച്ചിട്ടുണ്ട്. ഇതിൽ ആരാണ് മികച്ചത് എന്നുള്ള ചോദ്യത്തിന് ഇവിടെ പ്രസക്തി ഉണ്ടോ? ഒരു പാരയാവോ എന്റെ വിനീതേട്ടന്? പക്ഷേ രസമായിരുന്നു കേട്ടോ ലൈവായിട്ട്. ഞാൻ പ്രതീക്ഷയെക്കാളും വളരെ മുകളിലായിട്ട് അടിപൊളിയായിട്ട്. സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ഓക്കെ, സൂപ്പർ. ഒരു വലിയ കൈയടി കൊടുക്കാം ഞങ്ങളുടെ കാട്ടുപുലി എന്ന് തുടങ്ങുന്ന വിജയൻ സാർ ആണ്. ഇനി ബാക്കി സാർ പാട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നു. പാട്ട് എങ്ങനെയായിരുന്നു എന്ന് ധ്യാൻ ശ്രീനിവാസൻ ചോദിക്കുന്നു. ഇവര് പാടിയത് സാറാണ് കമന്റ് ചെയ്യേണ്ടത്. അതിമനോഹരം. താങ്ക് യു. ഒന്നുകൂടെ ശരിയാക്കാൻ വേണമെങ്കിൽ സാറ് പറയണം. താങ്ക് യു ബോയ്സ്, താങ്ക് യു സോ മച്ച്. ഓക്കെ, അടുത്തതായിട്ട് ഞങ്ങളുടെ ഇന്നത്തെ ചടങ്ങിന് ഇവിടെ ക്ഷണം സ്വീകരിച്ചെത്തിയ മേജർ രവി സാറിനെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഞങ്ങളുടെ മേജർ രവി സാറ് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. സോ മേജർ രവി സാർ ഇസ് ഓൾ ഹിയർ. അദ്ദേഹത്തിന് നിറഞ്ഞ കൈയടി നൽകിക്കൊണ്ട് അദ്ദേഹത്തെ ഞങ്ങൾ ഇവിടെ ഇതാ ക്ഷണിക്കുകയാണ്. യെസ് സർ. ഗുഡ് ഈവനിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. വിജയേട്ടനായിട്ടുള്ള ബന്ധം മേഘം സിനിമയുടെ ലൊക്കേഷൻ വെച്ചിട്ട് കണ്ടതിന് ശേഷം പലപ്പോഴും അദ്ദേഹം സിനിമ ചെയ്യുന്ന സമയത്ത് ഞാനൊരു ഡയറക്ടറായി എന്നുള്ളതിൻ്റെ മുകളിൽ സൈഡിൽ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. കഴിഞ്ഞ സിനിമയ്ക്ക് അഭിനയിക്കാൻ വിളിച്ചപ്പോൾ പോകാനും പറ്റിയില്ല. അപ്പോൾ ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഇവിടെ വന്ന് പറയുന്നവരെല്ലാം ഒരു പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ സിനിമയിൽ അഭിനയിച്ചാൽ പിന്നെ എല്ലാ സിനിമയിലും ഉണ്ടാവുന്നു. അതുകൊണ്ട് അടുത്ത സിനിമയിൽ വിളിച്ചാൽ ഞാൻ കൃത്യമായിട്ട് വന്നോളാം, ജോണി ആന്റണിയെ പോലെ തന്നെ. താങ്ക് യു വിജയേട്ട. ആൻഡ് ഐ വിഷ് the entire musical team, it was a fantastic tribute, and plus all these artists, എല്ലാവരെയും കാണുന്ന സമയത്ത് വളരെയധികം സന്തോഷമുണ്ട്. സീംസ് ടു ബി അല്ലെ പറഞ്ഞത് ഞാൻ പറഞ്ഞ ഒരു പ്രിയനങ്ങളുടെ ടച്ച് എന്ന് പറഞ്ഞ പോലെ ആ ഒരു കോമഡി ലൈനായിട്ടാണ് എനിക്കതിൻ്റെ കളർ തോന്നുന്ന പ്രിയട്ടുണ്ട്. സോ ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്, entire East Coast team and the actors, technicians, musicians, you.
Thank you so much. God bless you all. Thank you, Jay. It's a pleasure having you here, sir. Meanwhile, we are just having you assigning another responsibility. ഞങ്ങളുടെ അടുത്ത ശ്ലോകം ഒന്ന് അൺവീൽ ചെയ്യാനായിട്ട് സാറിനോട് റിക്വസ്റ്റ് ചെയ്യാണ്. ഞങ്ങളുടെ നെക്സ്റ്റ് വൺ സ്വിച്ച് ഓൺ ശ്ലോകം. Yes, sir. Ready. Thank you, sir. Thank you. ഇനി സാർ ഇരുന്നിട്ടാണ് ഞങ്ങളത് പ്ലേ ചെയ്യാനായിട്ട് ഒരുങ്ങുന്നത്. സാർ ഇരുന്നതിന് ശേഷം ഞങ്ങൾ ഇവിടെ ഇതാ പ്ലേ ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണ്. സോ നിങ്ങൾക്ക് മുന്നിലേക്ക് ഞങ്ങളുടെ ശ്ലോകം നമ്മളിവിടെ ഇതാ പ്ലേ ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണ്. Ladies and gentlemen, over to the monitor. പാലക്കാട് നിന്നും ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ എത്തിയ ഞങ്ങളുടെ ഡോക്ടർ ശ്രീലക്ഷ്മി ആൻഡ് ഡോക്ടർ നിതിൻ, ഞങ്ങൾ ഈ ഒരു ചിത്രത്തിന് വേണ്ടി എക്സ്റ്റൻഡഡ് സപ്പോർട്ടാണ് അവരെ പ്രൊവൈഡ് ചെയ്തത്. പാലക്കാടുള്ള അവരുടെ തന്നെ ഹോസ്പിറ്റൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ദിവസം നമുക്ക് വേണ്ടി വലിയൊരു സപ്പോർട്ട് അവർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ ഹോസ്പിറ്റൽസിൽ ഞങ്ങൾക്ക് വേണ്ടിയുള്ള ഷൂട്ടിംഗ് പെർമിറ്റ് എല്ലാം തന്നെ അവർ ഞങ്ങൾക്ക് വേണ്ടിയുള്ള സർവ്വ പിന്തുണയും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. സോ ഇന്നത്തെ ഈ ഒരു ചടങ്ങിൽ ഡോക്ടർ നിതിൻ ആൻഡ് ഡോക്ടർ ശ്രീലക്ഷ്മി അവിടുത്തെ വളരെ പ്രശസ്തരായിട്ടുള്ള ഡോക്ടേഴ്സ് കൂടിയാണ്. ഇരുവരും ഞങ്ങളുടെ ഭീഷ്മർ എന്ന ചടങ്ങിൽ എത്തുന്നു. ആദ്യം തന്നെ വലിയൊരു നന്ദി അറിയിക്കുകയാണ്. ഞങ്ങളുടെ ഈ ചിത്രത്തിന് വേണ്ടി ഇത്രയും നല്ല രീതിയിലുള്ളൊരു സഹായം നമുക്ക് വേണ്ടി ഹോസ്പിറ്റൽ പ്രിമൈസ് എല്ലാം തന്നെ തന്നതിനുള്ള സ്നേഹം അറിയിക്കുന്നു. യെസ്, ഡോക്ടർ ശ്രീലക്ഷ്മി. എല്ലാവർക്കും നമസ്കാരം. ഫസ്റ്റ് ഓഫ് ഓൾ ഇത്രയും വലിയ സ്റ്റേജിൽ നിൽക്കാൻ പറ്റി തന്നെ വലിയൊരു ഭാഗ്യമാണ്. എന്താ പറയുക, നമ്മുടെയൊക്കെ ചൈൽഡ്ഹുഡിൽ ഏറ്റവും വൺ ഓഫ് ദി ഫേവറേറ്റ് പ്ലേലിസ്റ്റ് ആയിരുന്നു വിജയൻ സാറിൻ്റെ. സോ ആ ഒരു മൂവിയിൽ നമുക്ക് രണ്ടുപേർക്കും ചെറിയൊരു ഭാഗമാകാൻ പറ്റിയിട്ടുണ്ട്. ആൻഡ് ഈ ഒരു സ്റ്റേജിൽ വന്നതുകൊണ്ടാണ് ദിലീപേട്ടനൊക്കെ കാണാൻ പറ്റിയത്, ഷാജി സാറൊക്കെ, ആൻഡ് എല്ലാ ക്രൂവിനെയും പരിചയപ്പെടാൻ പറ്റി. വളരെ സന്തോഷമുണ്ട്. ആൻഡ് ഈ ടീമിന് എന്താ പറയുക, എല്ലാവരോടും നന്ദി പറയുന്നു. ഈ മൂവിക്ക് എല്ലാ ബെസ്റ്റ് വിഷസും. താങ്ക് യു സോ മച്ച്. യെസ്, ഡോക്ടർ നിതിൻ. എല്ലാവർക്കും നമസ്കാരം. വിജയൻ സാറിനെ ഇതിനു മുമ്പ് സാറിൻ്റെ ഒരു പ്രീവിയസ് ഫിലിമിൻ്റെ ഷൂട്ടിങ്ങിനെ വെച്ച് പാലക്കാട് വെച്ച് പരിചയപ്പെടാൻ സാധിച്ചതായിരുന്നു. അതുവഴി എല്ലാവരും പറഞ്ഞ പോലെ സാറ് ആരെ പരിചയപ്പെട്ടാലും ആ ബന്ധം വളരെയധികം കാത്തു സൂക്ഷിക്കുകയും വളരെ അടുത്തൊരു സുഹൃത്തിനെ പോലെ സാറ് മെസ്സേജുകൾ അയക്കുകയും നമുക്ക് ഒരുപാട് പ്രോത്സാഹനം തരികയും ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ സാറിൻ്റെ ഒരു സിനിമയിൽ ഭാഗമാകാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. പിന്നെ ഒരു 20 കൊല്ലം മുന്നേ ദിലീപ് സാറിന്റെ ഒരു ചെറിയൊരു പ്രൈസ് മേടിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇവിടെ എറണാകുളത്ത് വെച്ച്. അപ്പോൾ ദിലീപേട്ടനും ഈ പറഞ്ഞ പോലെ കാണാൻ സാധിച്ചാലും ബാക്കി എല്ലാവരെയും ഒരുമിച്ച് ഈ വേദിയിൽ ഇപ്പൊ കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഈ സിനിമ ഒരു വലിയ വിജയം ആവട്ടെ എന്ന് നിങ്ങൾ എല്ലാവരെയും പോലെ തന്നെ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. സർ നന്നായിട്ട് പാട്ട് പാടുന്നതേ വിജയൻ സാർ പറയുന്നുണ്ട്. വിജയൻ സാർ പറഞ്ഞ ഇന്നിവിടെ വേറെ ഒരു അപ്പീലും ഇല്ല. 2 വരി ഒന്ന് പാടണം. ഡോക്ടർ നിതിൻ പ്ലീസ് 2 വരി ഞങ്ങൾക്ക് വേണ്ടി. നീലവാന ചോലയിൽ ഞാൻ രചിച്ച കവിതകൾ നിന്റെ മിഴിയിൽ കണ്ടു ഞാൻ. വരാതെ വന്ന എൻ ദേവി നീലവാന ചോലയിൽ നീന്തിടുന്ന ചന്ദ്രികേ. Thank you so much. It was so beautiful listening to you. Thank you so much, Dr. Nitin and Dr. Srilakshmi. അടുത്തതായിട്ട് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന മലയാളത്തിന്റെ പ്രിയ താരങ്ങളെയാണ് വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. മാനസ, സരയു ആൻഡ് അഞ്ജലി നായർ. മൂവരെയും ഞാൻ ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. മാനസ, സരയു ആൻഡ് അഞ്ജലി നായർ, 3 പേരെയും ഞങ്ങൾ ഇവിടെ ഇതാ സ്വാഗതം ചെയ്യാണ്. മാനസ, സരയു ആൻഡ് അഞ്ജലി പ്ലീസ് ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ എത്തിയതാണ്. സോ അഞ്ജലി ഇവിടുന്ന് ഇപ്പൊ ഇല്ലാത്തത് കൊണ്ട് യെസ്, മാനസ ആൻഡ് സരയു. എന്താണ് കാരണം, ഈസ്റ്റ് കോസ്റ്റ് എന്നൊരു ബാനർ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മലയാളികൾക്ക് ഭയങ്കര അഭിമാനം ഉണർത്തുന്ന ഒരു കാര്യമാണ്. അതിന് എത്രത്തോളം സന്തോഷം തോന്നുന്നു ഇരുവർക്കും. യെസ്, സരയു. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഇതേ വേദിയിൽ വിജയൻ സാറിന്റെ മറ്റൊരു ഫംഗ്ഷനിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ഈസ്റ്റ് കോസ്റ്റ് ആൽബം പോലെ സുന്ദരമായിട്ടുള്ള ഒരു ജീവിതം സ്വപ്നം കണ്ട ഒരു കൗമാര കോളേജ് കാലഘട്ടം തന്നെയായിരുന്നു എൻ്റേതും. അവിടെ നിന്ന് ജീവിതത്തിൻ്റെ മനോഹാരിത പോലെ തന്നെ സിനിമയുടെ വലിയ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ഇവരെല്ലാവരും ബഹുമാനപൂർവ്വം പ്രിൻസിപ്പൽ എന്നൊക്കെ വിളിക്കുന്ന അതേ ബഹുമാനത്തോടെ അതേ പേടിയോടെ കാണുന്ന വിജയൻ സാറിൻ്റെ ഒരു ഇൻവൈറ്റ് ഒക്കെ വരിക എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷങ്ങളിൽ ഒന്നാണ്.
പിന്നെ ഇന്ന് ഗാനങ്ങളെ പറ്റി സംസാരിക്കുമ്പോൾ എക്സ്ട്രീമിൽ നിൽക്കുന്ന 3 ഗാനങ്ങൾ കാണാൻ സാധിച്ചു. സോഷ്യൽ മീഡിയയിലൂടെയും സ്റ്റേജ് ഷോസിലൂടെയും എല്ലാം ഈ ഗാനങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കും എന്നുള്ളത് ഉറപ്പാണ്. ഭീഷ്മർ എന്ന ചിത്രത്തിനും വിജയൻ സാറിനും പ്രിയപ്പെട്ട രഞ്ജിനും ധ്യാൻ, ഉണ്ണിലാലു, ജിബിചേട്ടൻ, വിഷ്ണു ഉൾപ്പെടെയുള്ള ഫുൾ ടീമിനും ഹൃദ്യമായ ആശംസകൾ അറിയിക്കുകയാണ്. നമ്മുടെ വിജയത്തിലേക്ക് എടുത്തു വെക്കാൻ സാധിക്കുന്ന ഒരു സിനിമയാവട്ടെ. അതേ ഒരു കൗമാരക്കാരിയുടെ കൗതുകത്തോടു കൂടി തിയേറ്ററിൽ ഒരു ഈസ്റ്റ് കോസ്റ്റ് വിജയൻ മാജിക് കാണാനായിട്ട് കാത്തിരിക്കുകയാണ്. എല്ലാ ആശംസകളും. താങ്ക് യു. യെസ് മാനസ. എല്ലാവർക്കും നമസ്കാരം. ഇപ്പം ഈസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നമ്മളിപ്പോൾ എന്താ ഇംഗ്ലീഷിൽ ഇപ്പോൾ ജസ്റ്റിൻ ബീബറിനോ അല്ലെങ്കിൽ ടൈലർ സ്വിഫ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ മ്യൂസിക് ആൽബംസിന് അത്രത്തോളം മലയാളികളുടെ മനസ്സിൽ സ്ഥാനമുള്ള ഒരു പേരാണ്. എൻ്റെ കുറേ ചൈൽഡ്ഹുഡ് മെമ്മറീസും ആർ റിലേറ്റഡ് ടു ഈസ്റ്റ് കോസ്റ്റിൻ്റെ കുറേ മ്യൂസിക്സ്. അപ്പോൾ ഇന്നിവിടെ പാർട്ടാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ആൻഡ് വിഷിംഗ് ദി ടീം ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് മോത്ത്. രണ്ടുപേർക്കും നിറഞ്ഞ കൈയടി നൽകിക്കൊണ്ട് സീറ്റഡ് ആകാനായിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. അടുത്തതായിട്ട് വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു ഞങ്ങളുടെ ദിനേശ് പ്രഭാകർ. അദ്ദേഹത്തെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. ദിനേശ് പ്രഭാകർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. ദിനേശ് പ്രഭാകർ. ഒപ്പം തന്നെ മണികണ്ഠൻ ആചാരി, ആക്ടർ മണികണ്ഠൻ ആചാരി, അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഞങ്ങളുടെ ആക്ടർ കൂടിയാണ് മണികണ്ഠൻ ആചാരി. അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. യെസ്, ഞങ്ങളുടെ ആക്ടർ കൂടിയായ മണികണ്ഠനാണ്. യെസ്. ഒരുപാട് സന്തോഷം. സാറിന് നന്ദി പറയുന്നു. സാറിൻ്റെ രണ്ടാമത്തെ സിനിമയിലും ഒരു അവസരം തന്നതിൽ ഈ സിനിമ വലിയ വിജയമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. താങ്ക് യു. പോകാൻ വരട്ടെ. ഞങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സോങ് കൂടി സ്വിച്ച് ഓൺ ചെയ്യണം. ഈ ഒരു സോങ്ങിന് ഇത് റീലായിട്ട് ഈ കഴിഞ്ഞ ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേക്ക് ഞങ്ങൾ ഓൾറെഡി സോഷ്യൽ മീഡിയ, ഡിജിറ്റൽ മീഡിയയിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇപ്പോൾ ആ ഒരു പാട്ടിന്റെ പൂർണ്ണ രൂപം ഒന്ന് കാണാൻ പോവാണ്. റെഡിയാണ്? 3, 2, 1. യെസ്. ഇനി മണികണ്ഠനെ ഞങ്ങൾ സീറ്റിലേക്ക് ക്ഷണിച്ചിട്ടാണ് ഈ ഒരു പാട്ട് ഞങ്ങൾ പ്ലേ ചെയ്യാൻ ഒരുങ്ങുന്നത്. സോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഓൾറെഡി വാലന്റൈൻസ് ഡേക്ക് റിലീസ് ചെയ്ത ഒരു ഗാനത്തിന്റെ പൂർണ്ണ രൂപം ഇവിടെ ഇതാ പ്ലേ ചെയ്യാൻ ഒരുങ്ങുന്നു. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഓവർ ടു ദി മോണിറ്റർ. ഒരു ഗാനം കൂടിയായിരുന്നു. ഇതാണ് ഇതിന്റെ പൂർണ്ണ രൂപം നിങ്ങൾക്ക് മുന്നിൽ കേൾക്കുന്നു. ഇനി അടുത്തതായിട്ട് ആശംസകൾ നേരാനായിട്ട് വിനീത് തട്ടിൽ, സോഹൻ സിനുലാൽ, സന്തോഷ് കീഴാറ്റൂർ, ഷൈനി വിജയൻ എന്നിവരെ കൂടി വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. ഞങ്ങളുടെ ആക്ടേഴ്സ് ആണ്. ഇവരെ ആദ്യം ഒന്ന് വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സോഹൻ സിനുലാൽ, സന്തോഷ് കീഴാറ്റൂർ, ഷൈനി വിജയൻ, ഒപ്പം തന്നെ ഞങ്ങളുടെ വിനീത് തട്ടിൽ എന്നിവരെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഞങ്ങളുടെ ഭീഷ്മറിന്റെ ഓഡിയോ ലോഞ്ച് ആണ് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. Yes sir, please sir, please sir, please sir. Yes. എന്താണ് ഈ ഒരു മൊമെന്റിൽ ഷെയർ ചെയ്യാനുള്ളത്? Yes sir, please. താങ്ക് യു. ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഈസ്റ്റ് കോസ്റ്റിൻ്റെ പാട്ടുകളൊക്കെ ഞങ്ങളുടെ കുട്ടിക്കാലത്തും കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ അത്രയധികം സ്വാധീനം ചെലുത്തിയതാണ്. തീർച്ചയായിട്ടും വിജയൻ സാറിൻ്റെ കൂടെ ഒരു സിനിമ ചെയ്യാൻ സാധിച്ചത്, നല്ലൊരു വേഷം തന്നതിലും, അത് പ്രത്യേകിച്ച് കൊല്ലാത്ത വേഷമാണ്. അതാണ് ഏറ്റവും വലിയ സന്തോഷം. ഈ സിനിമയിൽ മരിക്കുന്നില്ല, അതുകൊണ്ട് അത് വലിയൊരു ആക്ടർ എന്നതിൽ വലിയ സന്തോഷമുണ്ട്. അപ്പോൾ വിജയൻ സാറിന് ഒരുപാട് ഒരുപാട് സന്തോഷം. ക്യാമറമാൻ, മേക്കപ്പ്, സച്ചിത്തേട്ടൻ, രാജീവേട്ടൻ, ഫുൾ പ്രൊഡക്ഷൻ ടീം, എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. യെസ് വിനീതേട്ടാ. നമസ്കാരം. ഈ ഫിലിമിൽ ഞാനൊരു വേഷം ചെയ്യുന്നു. എനിക്കൊരു പ്രത്യേകത എന്ന് പറയുന്നത് തോന്നിയത് ഈസ്റ്റ് കോസ്റ്റ് വിജയേട്ടൻ. നമ്മൾ ചെറുപ്പം മുതലേ ഈ പേര് കേട്ടാലും നമുക്ക് നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ പടത്തിൽ നമുക്കൊരു വേഷം കിട്ടുന്നു, നമ്മൾ ചെയ്യുന്നു, സന്തോഷം. സ്പെഷ്യൽ താങ്ക്സ് ദിലീപേട്ടൻ. നമ്മുടെ ഓഡിയോ ലോഞ്ച്
ചെയ്യുന്നു. നമ്മൾ ആ സ്റ്റേജിൽ നിൽക്കുന്നു. താങ്ക് യു. യെസ്, ഷൈനി മാം. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ആദ്യം തന്നെ നന്ദി പറയാനുള്ളത് ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സാറോടാണ്. ഇത്രയും എല്ലാവരും ഹെഡ് മാസ്റ്റർ എന്ന് പറയുന്ന അതേ എപ്പോ നോക്കിയാലും സാറിന്റെ മനസ്സിൽ ഓർക്കുമ്പോൾ പോലും നമുക്ക് ആ ഒരു റെസ്പെക്റ്റ് ആണ് വരുന്നത്. ആ സാറിന്റെ കീഴിൽ എനിക്ക് ഈ പടത്തിന്റെ ഭാഗമാവാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. താങ്ക് യു സാർ. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇതില് എല്ലാറ്റിനേക്കാളും ഉപരി എന്റെ നാട്ടുകാരൻ കൂടിയായ സന്തോഷ് കീഴാറ്റൂര്, സന്തോഷ് ഏട്ടന്റെ കൂടെ അഭിനയിക്കാനും കൂടെ പറ്റി പേരായിട്ട് കൂടുതൽ പറയുന്നില്ല. താങ്ക് യു. നമ്മുടെ ഈ സിനിമയ്ക്ക് എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ സിനിമയുടെ ഷൂട്ട് കൂടുതലും നൈറ്റ് ആയിരുന്നു, ഫുൾ നൈറ്റ് ഷൂട്ടായിരുന്നു. പ്രത്യേകിച്ച് എനിക്കും സന്തോഷേട്ടനൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു നൈറ്റല്ല 9 മണി വരെയെങ്കിലും ഉണ്ടാവുള്ളൂ എന്നാണ് കരുതിയത്. പക്ഷേ ഫുൾ എനർജി ആയിട്ട് വിജയൻ സാറ് എല്ലാ ദിവസവും 6 മണി വരെ ഷൂട്ട് ചെയ്തു. അത് അദ്ദേഹത്തിൻ്റെ ഒരു ഡെഡിക്കേഷനാണ്. എന്തായാലും ഈ സിനിമയും പല ട്രാക്കുകളിലൂടെ പല ലെയറിലൊക്കെ ഉള്ളൊരു സിനിമയാണ്. ഈ സിനിമയിൽ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ ബ്രില്യൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതൊരു ഗംഭീര സിനിമയാണ്. എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച് ഓൾ. ഇനി 2 കുഞ്ഞുങ്ങളെ ഞാനൊന്ന് വേദിയിലേക്ക് വിളിക്കുകയാണ്. ആൻഡ് നവജേജ് ആൻഡ് ഹാപ്പി, പ്ലീസ് കം ഓവർ ബോയ്സ്. യെസ്, ഈ ഒരു മൊമെന്റിൽ 2 പേർ കൂടെ ചേർന്ന് സെന്ററിൽ നിന്ന് സംസാരിക്കാം. എന്ത് തോന്നുന്നു? ഇത്രയും വലിയൊരു ഓഡിയോ ലോഞ്ചിൽ പങ്കെടുക്കുന്നു. വലിയ ഫംഗ്ഷനാണ്. ദിലീപ് ഏട്ടനെല്ലാം ഫ്രണ്ടിലുണ്ട്. ഹാപ്പി മൈക്ക്. സന്തോഷം. അടിപൊളി. മോനെ 2 വാക്ക് എന്തെങ്കിലും? ഞാൻ വേറൊരു പടത്ത് അഭിനയിച്ചിട്ടുണ്ട്, കള്ളനും ഭഗവതിയും. അതില് വിഷ്ണു കൃഷ്ണൻ സാറുണ്ടായിരുന്നു. ഞാൻ അവരുടെ ബാല്യകാലം ചെയ്തത്. അപ്പോൾ ഈ പടത്തിന് ക്ഷണിച്ചതിന് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച് മോനെ. താങ്ക് യു സോ മച്ച്. ഇനി ഇവിടെ ഗസ്റ്റ് ആയിട്ട് എത്തിയ രഞ്ജിനി മേനോൻ മാമിനെ ഞാൻ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ഏഷ്യാനെറ്റിന്റെ VP ആയിരുന്ന ബൈജു മേല സർ എന്നിവരെ കൂടി ഞാൻ ഒന്ന് വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഒപ്പം തന്നെ ഇന്നിവിടെ ഗസ്റ്റ് ആയിട്ട് എത്തിയ പ്രിയങ്ക മാമിനെ കൂടി ഇൻവൈറ്റ് ചെയ്തു. ബൈജു സർ പ്ലീസ് കം ഓവർ. സോ 3 പേരെയും ഞാൻ ഈ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുകയാണ്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന രഞ്ജിനി മാം, പ്രിയങ്ക ചേച്ചി ആൻഡ് ബൈജു സർ all here. Thank you so much, Maklai. Thank you so much. So starting with Rajni ma'am, എന്താണ് പറയാനുള്ളത് ഇന്നത്തെ ഈസ്റ്റ് കോസ്റ്റിന്റെ ഒരു ഓഡിയോ ലോഞ്ചിൽ? ആദ്യമായിട്ട് പറയാനുള്ളത്, ഈസ്റ്റ് കോസ്റ്റ് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് വിജയേട്ടൻ നടത്തുന്ന എല്ലാ പരിപാടിക്കും സ്ഥിരം ആങ്കറായിരുന്നു ഞാൻ. അതുകൂടാതെ ഇപ്പോൾ കരുവാരക്കുണ്ടി സാർ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ ആൽബങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ ഗുരു തന്നെയാണ്. നിങ്ങളെ പറയുന്ന പോലെ തമാശക്കാരനൊന്നും ആയിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. അതിഭീകരനായിട്ട് കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കും. എല്ലാ പരിപാടിയും കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അതിഗംഭീര ആഘോഷത്തിൽ ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയും ചെയ്യും. അതാണ് ഞങ്ങൾക്കൊക്കെ വിജയേട്ടൻ. വിജയേട്ടൻ വിളിച്ചു കഴിഞ്ഞാൽ എവിടെ ഇരുന്നായാലും നമ്മളവിടെ എത്തിയിരിക്കും. അത്രയ്ക്കും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണ്. മാത്രമല്ല വിജയേട്ടൻ എന്ന് പറഞ്ഞാൽ പ്രണയത്തിന്റെ ആൾരൂപം എന്ന് വേണമെങ്കിൽ വിളിക്കാം. അല്ലേ വിജയേട്ടാ പ്രണയത്തിന്റെ ആൾരൂപം. ഇങ്ങനെയൊക്കെ മനുഷ്യന് പ്രണയിക്കാനും പ്രണയത്തെ കുറിച്ച് പറയാനും പറ്റുമെന്ന് എനിക്കറിയില്ല. പിന്നെ ഈ സിനിമയിൽ പാട്ടുകൾ കണ്ടപ്പോൾ ധ്യാനിനെ വേറൊരു രീതിയിലാണ് ഞാൻ കണ്ടത്. പലർക്കും തോന്നിയിട്ടുണ്ടാവും ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് കാമുകൻ അല്ലേ? എനിക്കറിയില്ല കേട്ടോ ഇങ്ങനെയൊക്കെയാണോ എന്ന്. സാധാരണഗതിയിൽ അലമ്പായിട്ടൊക്കെയാണ് കാണാറ്. പക്ഷെ ഇന്ന് ഈ സിനിമയിൽ വളരെ സോഫ്റ്റ് ആയിട്ടാണ് കാണുന്നത്. പിന്നെ ഇങ്ങനെ എല്ലാവരുടെയും കൂടെ ഇരിക്കാൻ, ഈ ഒരു ചടങ്ങിൽ സംബന്ധിക്കാൻ പറ്റിയത് എൻ്റെ വളരെ അടുത്ത സുഹൃത്തു കൂടിയാണ് ദിലീപ്. ഇങ്ങനൊരു സാഹചര്യത്തിൽ എല്ലാവരും ഒരുമിച്ച് കാണാൻ സാധിച്ചു എന്നുള്ളത് വലിയ സന്തോഷം. ഈ സിനിമ വലിയൊരു വിജയമായിട്ട് മാറും, ഉറപ്പാണ്. എല്ലാ ആശംസകളും സ്നേഹവും. എല്ലാവർക്കും നമസ്കാരം. വരാൻ സാധിച്ചത് വളരെ സന്തോഷം. ധ്യാനെ കണ്ടിട്ട് ഈ പടം എന്തായാലും സക്സസ് ആണ്. എൻ്റെ കരുന്നൊക്കെ ഭരിക്കും, ഉറപ്പ്.
പിന്നെ ഒരു കാര്യം, വിജയേട്ടൻ, ഞാൻ സത്യം പറഞ്ഞാൽ നമ്മൾ അഭിനയിച്ച പടത്തിലല്ല, ഞാൻ അഭിനയിക്കാത്തൊരു പടത്തിലാണ് കൂടുതൽ പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ ഓടി വരുന്നത്. ഞാൻ അഭിനയിച്ചില്ലെങ്കിൽ ആ പടം നന്നായി ഓടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ ഇതിൽ അഭിനയിച്ചു എന്ന് പറയുന്നത് ഓടി തരില്ല. ഇവിടെ വരാൻ കാരണം എനിക്ക് സത്യം പറഞ്ഞ രഞ്ജിനിയാണ്. എന്നോട് പെട്ടെന്ന് വിളിച്ചു. പക്ഷേ വിജയേട്ടൻ ഞാൻ പടത്തിലൊന്നും അഭിനയിച്ചിട്ടില്ല. പക്ഷേ എണ്ണക്കറുപ്പിന് ഏഴഴക് എന്നുള്ള പാട്ട് എൻ്റെ ഫേവറേറ്റ് പാട്ടാണ്. കാരണം ഞാൻ പണ്ട് ഇപ്പം ഇത്തിരി വെളുത്തുപോയി, പണ്ട് കുറച്ചുകൂടി കറുപ്പായിരുന്നു. അപ്പോൾ ആ പാട്ട് എപ്പോഴും എൻ്റെ മനസ്സിലുള്ളതാണ്, എണ്ണക്കറുപ്പിന് ഏഴഴക്. അതുപോലെ വിജയേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നല്ല നല്ല പ്രണയിക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി ഉള്ള എല്ലാവർക്കും ആ പാട്ടുകൾ എപ്പോഴും മനസ്സിലുണ്ടാവും. അപ്പോൾ എന്തായാലും ഇവിടെ വരാൻ ഇത്രയും ആൾക്കാരുടെ കൂടെ ഇങ്ങനെ ഒരുപാട് പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന എൻ്റെ ധ്യാനും, വിഷ്ണു, മാനസ, നമ്മുടെ കുറേ പേരുണ്ട്, സുധി, അങ്ങനെ കുറേ പേര് അഭിനയിക്കാത്ത ഒത്തിരി പേരൊക്കെ ഉണ്ട് ഇതിൽ. പിന്നെ കൂടാതെ ദിലീപേട്ടൻ്റെ കൂടെ ഈ സമയത്ത് എനിക്ക് കാണാൻ കുറേ നാളെ ഞാൻ എപ്പോഴും പടം ചെയ്തിട്ട്. ഇപ്പം ഞാൻ പോയി പറഞ്ഞേ ഉള്ളൂ, മറക്കല്ലേ കേട്ടോ, വല്ലപ്പോഴും വിളിച്ച് ഒരു സീനേ ഉള്ളൂ വന്ന് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുള്ള ഒരാളാണ് എനിക്ക് എനിക്ക് അഭിനയിക്കാൻ ഓരോ പടത്തിലും ചെയ്ത പടം ചെസ്സായാലും എന്താണെങ്കിലും ഒരു സീനിൽ എന്നെ വിളിച്ച് അഭിനയിക്കാനുള്ള ചാൻസ് തന്നിട്ടുള്ള ആളാണ്. ഞങ്ങളുടെ തൊട്ടടുത്ത അയൽക്കും കൂടിയാണ് ഇപ്പോൾ ദിലീപേട്ടൻ. എന്തായാലും ഈ സമയത്ത് ഇവിടെ വരാനും ഈ പടത്തിന് ഒരു ആശംസ നൽകാൻ എനിക്കൊരു അവസരം തന്നതിൽ സന്തോഷം. വീണ്ടും ഇതിന്റെ ഒരു 100ാം ദിവസം ആഘോഷിക്കുമ്പോൾ വിജയേട്ടൻ എന്നെ വിളിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം പടത്തിൽ അഭിനയിച്ചില്ലെങ്കിൽ ഈ പടം 100 ദിവസം ഓടട്ടേന്നു, നല്ല രീതിയിൽ തന്നെ ഈ പടം മുന്നോട്ട് വരണമെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൽ അഭിനയിച്ച എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു. പാട്ട് നന്നായിരുന്നു കേട്ടോ, പ്രത്യേകിച്ച് നിങ്ങൾ സ്റ്റേജിൽ പാട്ടിയ പാട്ട് അടിപൊളിയായിരുന്നു. അത് കേൾക്കാനുള്ള ഒരു സന്ദർഭമാണ് എനിക്ക് കിട്ടിയ സന്തോഷം. വിളിച്ചതിന് രഞ്ജിനോട് പ്രത്യേകം ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. ബൈജു സർ പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു നിമിഷങ്ങളാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. കാരണം ഞാനിങ്ങനെ അധികം ഇത്തരം ഫങ്ഷൻസിന് പോകാറില്ല. എങ്കിലും വിജയേട്ടനായിട്ടുള്ളൊരു 10-25 വർഷത്തെ ബന്ധമാണ് ഏഷ്യാനെറ്റിൽ. കുറേ ആൽബങ്ങൾ. കാരണം വിജയേട്ടൻ്റെ സോങ്സ് എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രേമലേഖനം ബുക്കിനകത്ത് മടക്കി വെച്ച് കൊടുക്കുന്നതിന് പകരം പുള്ളിയുടെ ഒരു CD കൊടുത്താൽ മതിയായിരുന്നു. പണ്ട് നൊസ്റ്റാൾജിയ, ഞാൻ ഈ കോളേജ് പഠിക്കുന്ന സമയത്ത് അങ്ങനെ എൻ്റെ കൂട്ടുകാർ ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ സംഗീതത്തെ വളരെയേറെ ഇഷ്ടപ്പെടുന്ന, വളരെ ആസ്വദിക്കുന്ന ഒരു വ്യക്തി നമ്മളെ ഇങ്ങനത്തെ ഒരു ഷോയിലേക്ക് വിളിക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള, നല്ല പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള കുറേയേറെ ആർട്ടിസ്റ്റുകളുള്ള ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നുന്നു. ഇതിൻ്റെ കുറേ ക്ലിപ്പിങ്സ് കണ്ടപ്പോൾ വളരെ മനോഹരമായിട്ട് അത് വർക്കൗട്ട് ആയിട്ടുള്ളതായിട്ട് തോന്നുന്നുണ്ട്. ഏതായാലും ഞങ്ങൾക്ക് വളരെ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഒരു വിഭവമായിരിക്കും വിജയേട്ടൻ വിളമ്പാൻ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ ആൾക്കാർക്കും, ഇതിൻ്റെ സ്ട്രെയിൻ എടുത്തിട്ടുള്ള എല്ലാ ആർട്ടിസ്റ്റുകൾക്കും, ഇതിൻ്റെ പിന്നണി പ്രവർത്തകർക്കും, സംഗീതജ്ഞൻ ചെയ്ത വെച്ച് നമ്മുടെ സ്റ്റാർ സിംഗർ സ്റ്റുഡൻ്റ് ആയിരുന്നു പാട്ടിൽ, അതുപോലെ തന്നെ എല്ലാ ആൾക്കാർക്കും, പിന്നെ വിഷ്ണു, അതുപോലെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ഞാൻ, ദിലീപേട്ടൻ്റെ ഒരു പ്രസൻസ് കൂടെ ആയപ്പോൾ വളരെ മഹനീയമായി ഈ വേദി എന്ന് വേണം പറയാൻ. ഏതായാലും എല്ലാവർക്കും വിട്ടുപോയിട്ടുണ്ട്. അഖിലെ നിന്നെ വിട്ടിട്ടില്ല. അതുകൊണ്ട് എല്ലാ ആൾക്കാർക്കും, എല്ലാവരും വളരെ നന്നായിട്ട് വരട്ടെ. ഇതൊരു വൻ ഹിറ്റായി മാറട്ടെ. എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു വിജയ. താങ്ക് യു സോ മച്ച് സർ. 3 പേർക്കും നന്ദി അറിയിച്ചുകൊണ്ട് സീറ്റിലേക്ക് ക്ഷണിക്കുന്നു. സാറ്, വിജയൻ സാറ് പറഞ്ഞതുപോലെ സാറിന്റെ 2 കണ്ണുകളായിരുന്നു വിഷ്ണു എങ്കിൽ ഇനി 2 കൈകളെയാണ് ഞാൻ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത്. സുജിത് സാറിനെയും സജിത് സാറിനെയും ഞാൻ ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. ഞങ്ങളുടെ ഡ്രീം ഫിലിംസിന്റെ സുജിത് സാറും ഒപ്പം തന്നെ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായ സജിത് സാറിനെയും കൂടി ഞാൻ ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ ഞങ്ങളുടെ വിജയൻ സാറിന്റെ 2 കൈകളുമായിട്ട് വർത്തിച്ച ഇരുവരെയുമാണ് ഞാൻ ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. ഞങ്ങളുടെ ഡ്രീം ഫിലിംസിന്റെ ഞങ്ങളുടെ സുജിത് സാർ, ഒപ്പം തന്നെ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ സജിത് സാർ, ഇരുവരും വിജയൻ സാറിന് അത്രയും ക്ലോസ് ടു ഹാർട്ട് ആണ്. സോ ഇരുവരെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നിങ്ങൾക്ക് എന്താ പറയാം, എന്തുവേണേലും സാറിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല, സാറിന് എല്ലാവരും പറഞ്ഞു. അതെല്ലാം ഏറ്റവും കൂടുതൽ ഞാനാണ് സാറുമായിട്ട് ഇതാകുമ്പോൾ എനിക്ക് അറിയാൻ പറ്റുന്നത്. ഞാൻ സുജിത്തിനോട് നമസ്കാരം. ഒരു ദിവസം സജിത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വിജയൻ സാറിനെ ഒന്ന് കാണണം, സാറിൻ്റെ പുതിയ പടത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ സംസാരിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ എനിക്കത് വളരെ, ഞാനിന്നേരെ പരിചയപ്പെട്ടില്ല സാറിന് ഇത്രയും നാളായിട്ടും. അപ്പോൾ എനിക്ക് വളരെ ഭയങ്കര ഭാഗ്യമായിട്ടാണ് തോന്നിയത്. കാരണം എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പ്രീ ഡിഗ്രി കാലഘട്ടങ്ങളിലൊക്കെ വോക്ക്മാനിലൊക്കെ സാറിൻ്റെ സോങ്സ് എപ്പോഴും പ്ലേ ചെയ്ത്, അതിന് മുമ്പ് തന്നെ അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത സ്റ്റേജ് ഷോസ് ആയിരുന്നു സ്കൂൾ കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ ഏറ്റവും വലിയ എൻ്റർടൈൻമെൻ്റ് ആയിട്ട്
വീഡിയോ കാസറ്റായിട്ടും ഒക്കെ ഇട്ട് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹത്തെ പരിചയപ്പെടുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കരുതി. അവിടെ ചെന്ന് ഞാൻ സാറിൻ്റെ അടുത്ത് ആദ്യമേ സൈറ്റുമായിട്ട് പോയി സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഒരു കുഴപ്പമില്ല, ഒരു കാര്യം നമുക്ക് ചെയ്യാം, ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ സാറിൻ്റെ സ്വതസിദ്ധമായ ശൈലി സാർ പറഞ്ഞു, സാർ അങ്ങനെ ഔദാര്യമൊന്നും ചെയ്യണ്ട, ആ പടം കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ എന്ന് പറഞ്ഞു. അത് സാറ് എന്നെ പടം കാണിച്ചു. പടം ഫുള്ള് കണ്ടു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പറഞ്ഞു, അപ്പം തീർച്ചയായും ഞാൻ ഈ പടം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സന്തോഷം മാത്രമുള്ളൂ സാറെന്ന് പറഞ്ഞു. അങ്ങനെ ഈ പടത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ സാറിനെ ഏൽപ്പിച്ചു. സാറ് ഈ പടം ഡിസ്ട്രിബ്യൂഷൻ നമ്മളെ ഏൽപ്പിച്ചപ്പോൾ വളരെ ഭാരിച്ച ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഉത്തരവാദിത്തങ്ങൾ സാറ് പറഞ്ഞു, മാർച്ച് 20 തന്നെ ചിത്രം തിയേറ്ററിലെത്തണം പറഞ്ഞു. അപ്പോൾ അറിയാം, വളരെയധികം വലിയ പടങ്ങളൊക്കെ വരുന്ന സമയമാണ്. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു ചിത്രത്തെയും നമ്മൾ തിയേറ്ററിൽ എത്തിക്കുകയാണ്. എല്ലാവരുടെയും സഹകരണം, പ്രത്യേകിച്ച് മീഡിയ സുഹൃത്തുക്കളുടെയും ഒക്കെ സപ്പോർട്ട്. പിന്നെ നിങ്ങളെല്ലാവരും ഈ ചെറിയ ചിത്രത്തെ വലിയ പടങ്ങൾക്കിടയിൽ മുക്കിക്കളയരുത്, എല്ലാവരും തിയേറ്ററിൽ തന്നെ ഈ ചിത്രം കാണണം. അതേപോലെ അന്ന് സാറ് ഈ സാധാരണഗതിയിൽ ഒരു പ്രൊഡ്യൂസർ പോലും ഇത്ര ഇൻവോൾവ് ആയിട്ട് ഡിസ്ട്രിബ്യൂഷൻ കാര്യത്തിൽ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. അതിനുശേഷം എല്ലാ ദിവസവും സാറുമായിട്ട് ഒന്നീ സാർ കാണണമെന്ന് പറയും, അല്ല ഒരു ദിവസം ഒരു മെസ്സേജ് അയക്കും. സാറിന് ഏതൊക്കെ തിയേറ്റേഴ്സ് കേരളത്തിൽ ഏതൊക്കെ തിയേറ്റർ വേണം, ഏത് സ്ക്രീൻ വേണമെന്ന് തുടങ്ങി ആ ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് ഏത് മെട്രോ പില്ലറിൽ സാറിൻ്റെ പടത്തിൻ്റെ ഡിസൈൻ വരണമെന്നുള്ള പില്ലർ നമ്പർ വരെ സാറിന് അറിയാം. അപ്പം അത്രമാത്രം ഇൻവോൾവ് ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസറാണ്. അപ്പോൾ അദ്ദേഹത്തെ മാതൃകയാക്കാൻ പറ്റുന്ന ഒരു പ്രൊഡ്യൂസറായിട്ട് ഞാൻ പല ആൾക്കാരോടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവിധ ആശംസകളും ടീമിന് ഞാൻ നേരുന്നു. അപ്പോൾ ഈ ഒരു ചിത്രം ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, മാർച്ച് 20-നാണ് നമ്മൾ തിയേറ്ററിൽ എത്തിക്കുന്നത്. അപ്പോൾ ഇത് മറ്റ് ചിത്രങ്ങളോടൊപ്പം തന്നെ നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ എത്തി കണ്ട് ഒരു വിജയമാക്കി തരുമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. ഇരുവരെയും പറ്റി സാറിന് വളരെ ക്ലോസ് ടു ഹാർട്ട് ആണെന്ന് എനിക്കറിയാം. അതെ, പറയട്ടെ. അതായത് നമ്മുടെ ഈ സജിത് കൃഷ്ണൻ ഈ സിനിമയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചോളം പറയുകയാണെന്നുണ്ടെങ്കിൽ, സത്യം പറയുകയാണെങ്കിൽ ഈ സിനിമയ്ക്ക് ഏറ്റവും കുറഞ്ഞ 1 കോടി രൂപയെങ്കിലും അദ്ദേഹത്തിൻ്റെ വളരെ ചിട്ടയോടുകൂടിയുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായി എനിക്ക് സേവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ ഞാൻ പറയുന്നതാണ്. ഒരു പൈസ പോലും ആവശ്യമില്ലാതെ ചെലവ് ചെയ്യാതെ വളരെയധികം. പക്ഷേ പുള്ളിക്ക് പല കുഴപ്പങ്ങളുമുണ്ട്, അത് സത്യമാണ്. പക്ഷേ അത് ഇന്നും ഞാൻ പലതവണ ചീത്ത പറയാൻ പറഞ്ഞിട്ടുമുണ്ട്. അതുപോലെ നല്ല പ്രോഡക്റ്റ് ചെയ്ത് വെച്ചാലും അത് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യപ്പെടാതിരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത് അത് വളരെ വേദനയോടുകൂടി ഇപ്പോഴും നമ്മൾ ഓർക്കുന്നു. പക്ഷേ സുഹൃത്തിൻ്റെ കൈകളിൽ എത്തിച്ചേർന്നപ്പോൾ അതിന് എനിക്ക് വല്ലാത്തൊരു എന്താ പറയുന്ന ആത്മബലം, സന്തോഷമൊക്കെ ആയതുണ്ട്. കാരണം തിയേറ്ററിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ഏത് തിയേറ്റർ വേണമെന്ന് പറഞ്ഞാൽ ഇതവർ പറഞ്ഞാൽ ലിസ്റ്റിടും. അടുത്ത നിമിഷം ഞങ്ങൾക്ക് ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഇതുണ്ട്, പ്രശാന്ത് ഇത് ചെയ്തു കൊടുക്കുന്നത്. അടുത്ത നിമിഷം പ്രശാന്ത് അത് എഴുതുകയാണ്, അത് കൺഫേം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇതിപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വളരെയധികം, അതായത് ഇങ്ങനെ ഈ രണ്ടുപേരുമായിട്ട് ഈ സിനിമയെ ബന്ധപ്പെട്ട് എനിക്ക് പരിചയപ്പെടാനും ഒന്നിച്ച് വർക്ക് ചെയ്യാനും കഴിഞ്ഞാൽ വലിയ സന്തോഷമുണ്ട്. അപ്പോൾ അത് നല്ലൊരു ഊർജ്ജമായിട്ട് എനിക്ക് ഇത് പിന്നെ ഞാൻ ഇവരെക്കുറിച്ച് പറയേണ്ട കാര്യമല്ല. ധ്യാൻ, വിഷ്ണു, അവരൊക്കെ ആ ടീം മുഴുവൻ എന്ന് പറഞ്ഞാൽ അവിടെ എന്താ പറയുക, നമ്മളവിടെ ആസ്വദിച്ചെന്ന് പറഞ്ഞാൽ ഇതുപോലെ സന്തോഷിച്ച് മിക്കവാറും രാത്രിയാണ്. രാത്രി എന്ന് പറഞ്ഞാൽ രാവിലെ ചിലപ്പോൾ രാവിലെ 7 മണി തൊട്ട് രാത്രി 12 മണി വരെ 1 മണി വരെയൊക്കെ വർക്ക് ചെയ്യാറുണ്ട്. എന്നാലും ഒരു ക്ഷീണമില്ല. അവരുടെയൊക്കെ മുഖം കാണുമ്പോഴും അവരുടെ സന്തോഷത്തോടുകൂടിയുള്ള അവരുടെ ആ വളരെ അച്ചടക്കത്തോടു കൂടിയുള്ള അല്ലെങ്കിൽ സ്നേഹത്തോടു കൂടിയുള്ള പെരുമാറ്റം കഴിയുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത് ഒരുപക്ഷെ വേറൊരു സാഹചര്യത്തിലാണെങ്കിൽ ഇതിനേക്കാളൊക്കെ ഇരട്ടി സമയം ഇരട്ടി ദിവസങ്ങൾ എടുക്കേണ്ട ഒരു സിനിമയാണ്. അത്രത്തോളം ഈ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സീൻസൊക്കെ ഉള്ളതാണ്. അതാണ് ഇതിൻ്റെ ഒരു സത്യം. ഇതിനകത്ത് ഇവർ രണ്ടുപേരും മാത്രമല്ല, ബാക്കി എല്ലാവരും ഒരേപോലെ സഹകരിച്ച ഒരു സിനിമയാണ്. എത്ര നന്ദി പറഞ്ഞാലും അവരോട് തീരത്തില്ല. കാരണം ഈ പാട്ട് തന്നെ കാട്ടുപോലി പെട്ടെന്ന് തീരുമാനിച്ചതാണ് അതിങ്ങനെ ഒരു പാട്ട് വേണം എന്ന് പറഞ്ഞപ്പോൾ അവർ 2 ദിവസം നോട്ടീസ് കൊടുത്തപ്പം വിഷ്ണുവും ധ്യാനും ബാക്കിയുള്ള എല്ലാവരും ഒന്ന് പാടി. അതുപോലെ എന്ത് പറഞ്ഞാലും അവർ എത്രത്തോളം ആത്മാർത്ഥയോടും സ്നേഹത്തോടും കൂടി നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഇങ്ങനെ ഇതുപോലെ അഭിമാനകരമായ സന്തോഷപരമായ വേറൊരു കാര്യമില്ല. അത് എൻ്റെ ഇങ്ങനെയുള്ള ഈ ശ്രമത്തിൻ്റെ ഭാഗമായി എനിക്ക് ഏറ്റവും അഭിമാനമായി തോന്നിയിട്ടുള്ള ഇതാണ്. അപ്പോൾ എന്തായാലും എല്ലാം നല്ലതിന് വേണ്ടി ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ
ഇപ്പോൾ തന്നെ ഇവിടെ വന്ന് പലരും ഞാനിവിടെ നിങ്ങളിപ്പോൾ കണ്ട ആ ഷോയുടെ ഒരു നമ്മുടെ എന്താ പറയുക സിഗ്നേച്ചർ ഫിലിം പ്ലേ ചെയ്തു. അത് കഴിഞ്ഞിട്ട് രഞ്ജിനെ ആരും കാണാതെ പിടിച്ച് ഞാൻ ഇവിടെ ഒരു മറവിലിരുത്തി പാടിക്കുമായിരുന്നു ആ ഗജാനനം. അപ്പോൾ അത് കഴിഞ്ഞു ഒരു സെക്കൻഡ് പോലും ഇത് ചെയ്യാതെ ജസ്നിയെ കൊണ്ട് മറ്റേ സ്തുതി മൂകാംബിക സ്തുതി പാടിക്കുമായിരുന്നു. ഇത് ഞാനിവിടെ വന്ന് ഒരുപാട് പേരെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്, മാറിയിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും വന്ന് ഈ സമയത്ത് വന്ന് എന്നോട് പരിചയപ്പെടാമെന്നുള്ളപ്പോൾ ഞാൻ ഒരിക്കൽ പോലും കാണാത്തവരെ മുഖഭാവം കാണിക്കുകയും അവരോട് പക്ഷേ ദേഷ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടാകും. പക്ഷേ അത് എനിക്ക് ഇതിനോടുള്ള ഒരു ആത്മാർത്ഥം കൊണ്ടാണ്. ജീവിതത്തിൽ എന്നും ഞാൻ ഈ ഷോകളൊക്കെ നടത്തുമ്പോൾ ഇതേ ഒരു രീതിയിലായിരുന്നു. അതെനിക്ക് ഒരിക്കലും ഒരു തെറ്റായിട്ട് തോന്നില്ല. ഇന്നും എനിക്ക് നിങ്ങളൊക്കെ ഇപ്പോൾ സ്റ്റേജിൽ വന്ന് ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അഭിമാനത്തോടു കൂടി അത് ഓർക്കാൻ പറ്റുന്നു. കാരണം എല്ലാം ഒരുമാതിരി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഇനിയിപ്പോൾ ഈ സിനിമയുടെയാണ് എല്ലാം അനുകൂലമായതുണ്ട്. പിന്നെ നിങ്ങളുടെ ഒരു എന്താ പറയുന്നത് സഹായ സഹകരണങ്ങളും പ്രാർത്ഥനകളും അത് വളരെ വിലപ്പെട്ടതായിരിക്കും. പ്രത്യേകിച്ച് ഈ മാധ്യമ സുഹൃത്തുക്കളുടെ, കാരണം നിങ്ങളോട് എനിക്ക് വീണ്ടും വീണ്ടും പറയാനുള്ളതേ ഉള്ളത്, നല്ലതാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് തീർച്ചയായിട്ടും അതേ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കണം. തിയേറ്ററിൽ ആളുകൾ ഇതൊരു 90% ഫാമിലിയുടെ പടമാണ്. എന്നാലും ഈ പറയുന്ന ന്യൂ ജനറേഷനായാലും കാണാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ വിഭവങ്ങളും ഇതിനകത്തുണ്ട്. അപ്പോൾ ഇനിയോ ബാക്കിയൊക്കെ നമ്മളിനി ഏതാനും ദിവസങ്ങൾ ആഴ്ചകൾ മാത്രമേ ബാക്കിയുള്ളൂ. നമുക്ക് കാണാം. സന്തോഷം. നന്ദി. നമസ്കാരം. ഈ രഞ്ജിൻ്റെ ഇവിടെ നിന്ന് തന്നെ നോക്കുന്നതാണ്. അദ്ദേഹത്തെ ഈ പാട്ടിൻ്റെ ഇടയ്ക്ക് ഈ പാട്ടൊക്കെ അദ്ദേഹം ചെയ്തപ്പോൾ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. സഹിതത്തിനറിയാം. ഞാൻ പറഞ്ഞു നിങ്ങൾ ഞാൻ പറയുന്ന പോലെ ചെയ്തില്ലെങ്കിൽ ഞാൻ നിങ്ങളെ മാറ്റും, വേറെ ആളെ കൂടി ചെയ്യിക്കുമെന്ന് പറഞ്ഞു. സഹിതനൊക്കെ സഹിതന്യാസി ഭയങ്കരമായിട്ട്. അപ്പോൾ ഇപ്പോൾ സാറ് പറയുന്നത് നല്ലതാണ്. അതൊന്നും ഇവിടെ സ്റ്റേജ് നിങ്ങൾ പറഞ്ഞില്ല. അമ്പലപ്രാവിൻ്റെയും ഈ പറയുന്ന ഇത്തിരി പോതിൻ്റെയും വളരെ ഇതുപോലുള്ള റിതമായിരുന്നില്ല. അത് വളരെ സ്ലോ ആയിരുന്നു. ഞാൻ പറഞ്ഞത് പറ്റില്ല എന്ന് പറഞ്ഞു. ഞാനത് ഇഷ്ടപ്പെടുന്ന ആളാണ്. എൻ്റെ പണ്ടത്തെ പാട്ടുകൾ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇത് സിനിമയാണ്. സിനിമയ്ക്ക് അതിൻ്റെതായ ചേരുവകൾ വേണ്ട രീതിയിൽ ചേർത്താലേ ശരിയാകുമെന്ന് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ കേട്ടപ്പോൾ വളരെ നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് എൻ്റെ കാര്യം. പിന്നെ ഒരുപാട് സംഭവങ്ങൾ എൻ്റെ ഈ പറഞ്ഞ പോലെ ഞാൻ ഓരോന്നിനും ഒരു ഗ്രൂപ്പ് ഇട്ടിട്ടുണ്ട്. ആ ഗ്രൂപ്പിൽ ഞാൻ മറ്റുള്ളവരും കൂടെ കാണാത്ത രീതി ഓരോന്നും എഴുതും. അപ്പോഴേ ഇവർക്കൊരു വിഷമം വരും, കാരണം മറ്റുള്ളവർ കാണുന്നുണ്ടോ എന്നുള്ളത്. അത് ഈ പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ എല്ലാ ആൾക്കാരെയും ചേർത്തുള്ള ഗ്രൂപ്പിലൊക്കെ പുള്ളിയെ മാത്രം ഇങ്ങനെ. അപ്പോൾ എന്നാലും ഇന്ന് മാത്രമാണ്, കാരണം പുള്ളി ആദ്യമായിട്ട് ഒരു സമയത്ത് ഞാൻ പറഞ്ഞു ഇതിനെങ്കിലും നിങ്ങൾ വരണം, കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഈ പറയുന്ന സമയത്ത് വരണം, ഇത് നമ്മൾ വേറെ അനൗൺസ്മെന്റ് ചെയ്ത് പാടുന്നതെന്നൊക്കെ പറഞ്ഞു. ഇന്ന് പറഞ്ഞതിൽ 5 മിനിറ്റ് മുമ്പേ വന്നു. താങ്ക് യു രഞ്ജിൻ. അതുപോലെ ഇതിനകത്തുള്ള എല്ലാവരോടും എനിക്ക് ഈ പേരെടുത്ത് എല്ലാവരെയും പറയാൻ വെറുതെ ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഇനിയും അവസരങ്ങൾ ഉണ്ടാകുമല്ലോ, അന്ന് നമുക്ക് ബാക്കി പറയാം. ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. ഇത് കണ്ടിന്യൂ ചെയ്യുവാണ്. ഇവിടെ ഇപ്പോൾ നമ്മളത് വൈൻഡപ്പ് ചെയ്യുന്നില്ല, ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു പോയതാണ്. ഓക്കെ, താങ്ക് യു സർ. ഞങ്ങളുടെ സുജിത് സർ ഡ്രീം ബിഗ് ഫിലിംസിനെ ആണ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി ഞങ്ങൾക്ക് പാലക്കാട് പോയപ്പോൾ നമ്മുടെ പ്രതീക്ഷനെ ഇവിടെ പറയണം കേട്ടോ. നമ്മുടെ ഇപ്പോഴത്തെ PR എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ്. അദ്ദേഹത്തുമായിട്ട് വളരെ നല്ല രീതിയിൽ നമ്മളോട് സഹകരിക്കുന്നു. നമുക്ക് വളരെ എന്താ പറയുന്നത്, ഈ കൂടുതലൊക്കെ പിന്നെ പറയാൻ ഒരുപാട്. കാരണം പുള്ളി ഇനി കാണിക്കാൻ പോകുന്നതാണ് ഏറ്റവും വലിയ കാഴ്ചകൾ. ഇപ്പോൾ ഒരു പരിധി വരെയാണ്. ഇപ്പോൾ നമുക്കിനിയിപ്പോൾ ഈ റിലീസിങ്ങുമായിട്ട് അടുത്ത ദിവസങ്ങളിലും അതിനുശേഷമൊക്കെയാണ് പുള്ളിയുടെ കൂടുതൽ പ്രവർത്തനങ്ങൾ നമുക്ക് കാണാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു പ്രതീക്ഷ. സജിത് സാറിനും സുജിത് സാറിനും നന്ദി അറിയിച്ചുകൊണ്ട് ഞങ്ങൾക്ക് പാലക്കാട് വന്നപ്പോൾ ഞങ്ങൾക്ക് വേണ്ടുന്ന ഭക്ഷ്യ വിഭവങ്ങൾ പോലും ഒരുക്കി തന്ന കർഷകശ്രീ പ്രഭ അവാർഡൊക്കെ നേടിയ ഭുവനേശ്വരി അമ്മേനെ കൂടി വേദിയിലേക്ക് ഞാനൊന്ന് ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഞങ്ങളുടെ പ്രൊഡക്ഷന് വേണ്ടിയുള്ള അരി തൊട്ട് പച്ചക്കറി ആയിക്കോട്ടെ എല്ലാം നമുക്ക് വേണ്ടി ഒരുക്കി തന്ന ഭുവനേശ്വരി അമ്മേനെ കൂടി ഒന്ന് സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. ഈ ഭുവനേശ്വരി അമ്മ എന്ന് പറയുമ്പോൾ പാലക്കാട് നമ്മൾ ഒരു പടം ഷൂട്ട് ചെയ്യാൻ പോയതിൻ്റെ അന്ന് തൊട്ട് അവരെ ഈ സ്വന്തമായിട്ട് കൃഷി ചെയ്ത്, അതായത് കർഷകശ്രീ അവാർഡ് കിട്ടി, കേരളപ്രഭ അവാർഡ് കിട്ടി. എനിക്ക് അന്ന് തൊട്ട് അവർ സ്വന്തമായിട്ട് വീട്ടിലുണ്ടാക്കുന്ന പച്ചക്കറിയും ആ അരി വെച്ചുള്ള ചോറുമാണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെതായ ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല. പക്ഷെ നന്ദി വേണ്ടെന്നാണ് പറയുന്നത്. പൈസ കൊടുത്താൽ വാങ്ങിക്കാറ്. എനിക്ക് പൈസ വേണ്ട, അങ്ങനെ ഉണ്ടായി ഞാൻ തരത്തില്ലെന്നുണ്ട്. തീർച്ചയായിട്ടും ഭുവനേശ്വരി അമ്മയെ കൂടി മുന്നോട്ട് ഞാൻ ഒന്ന് ക്ഷണിക്കുകയാണ്.
ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും വലിയ സ്നേഹം ഒരുക്കി തന്നതിനുള്ള ഒരു നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ്. അമ്മ. എല്ലാവർക്കും നമസ്കാരം. ഞാനിങ്ങനെ ഒരു ഹനുമാന്റെ ഭക്തയാണ്. അപ്പോൾ എല്ലാ വ്യാഴാഴ്ചയും എനിക്ക് മൗനോർദ്ദോസാണ്. അപ്പോൾ എന്നും ഞാൻ വിജയേട്ടൻ്റെ ഒരു മെസ്സേജ് അയക്കും, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന്. അതിപ്പോഴും പറയുകയാണ്, ഈ സിനിമ വളരെ വിജയകരമായിട്ട് മുന്നോട്ട് പോകാനും എല്ലാ വിജയങ്ങളും ഞാൻ സ്നേഹവും സമർപ്പിക്കുന്നു, പ്രാർത്ഥനകളും. താങ്ക് യു സോ മച്ച് അമ്മ. അടുത്തതായിട്ട് ശ്രീരാജിനെ വേദിയിലേക്ക് ഒന്ന് ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ശ്രീരാജിനെയാണ് ഞങ്ങൾക്ക് വേണ്ടിയുള്ള ആശംസകൾ അറിയിക്കാനായിട്ട് മുന്നോട്ട് ക്ഷണിക്കുന്നത്. സോ ഭീഷ്മറിനെ ഓഡിയോ ലോഞ്ച് when we are moving on to the ending note, ശ്രീരാജിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഞങ്ങളുമായിട്ട് 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി. ഇന്നും സാധനം കൊണ്ടുവരണമെന്നാണ് പറഞ്ഞു, വണ്ടിയിൽ പണിത് തുടങ്ങി. നമസ്കാരം, എൻ്റെ പേര് ശ്രീരാജ് എന്നാണ്. ഞാനിതിൽ ചെറിയൊരു ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. സാറിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടും സാറിൻ്റെ ഒരു ഹെൽപ്പ് കൊണ്ട് എനിക്കൊരു ചെറിയൊരു ക്യാരക്ടർ ചെയ്യാൻ സാധിച്ചു. പിന്നെ ഞാൻ ചേട്ടൻ പറഞ്ഞതുപോലെ നമ്മുടെ ഈ ലൊക്കേഷൻ പറഞ്ഞതൊക്കെ ഒരു സ്കൂൾ പോലെയായിരുന്നു. അധ്യാപകരും അതായത് പ്രധാന അധ്യാപകരും കുട്ടികളും പോലെ. അതിൽ ഏറ്റവും കൂടുതൽ വഴക്ക് കിട്ടിയ ഒരു കുട്ടിയായിരുന്നു ഞാൻ. പക്ഷേ സാർ അതിനെ എന്താ പറയുക, നമ്മളെങ്ങനെ അടിച്ചടിച്ച് പാകപ്പെടുത്തുക എന്ന് പറയും, ആ ഒരു രീതിയായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചു. പിന്നെ മറ്റൊരു കാര്യം കൂടി എന്ന് പറഞ്ഞുകൊണ്ട് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇവിടെ എനിക്ക് നിൽക്കാൻ അല്പമെങ്കിലും സാധിച്ചത് സാറിൻ്റെ ഒരു എന്താ പറയുക, നമ്മൾ മോൾഡ് ചെയ്യുന്ന ഒരു രീതിയും കൂടെ കൊണ്ടാണ്. പിന്നെ മറ്റൊരു കാര്യം, ഞാൻ ആദ്യമായി അഭിനയിച്ച സിനിമയുടെ ഡയറക്ടർ ശ്രീ വാസുദേവ് സനൽ സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. സാറിനും എൻ്റെ ഒരു വലിയൊരു താങ്ക്സ് പറയുന്നു. എന്തായാലും നമ്മുടെ ഈ ഒരു സിനിമ നല്ലൊരു വിജയം മാറട്ടെ എന്ന്. താങ്ക് യു സോ മച്ച്. ഇനി 3 പേരും കൂടെ ആശംസകൾ നേർന്നു കഴിഞ്ഞാൽ ദിലീപേട്ടനും ധ്യാനും വിഷ്ണുവും നമ്മളെല്ലാവരും കൂടെ വന്ന് ഒരു സെൽഫി ഫിനിഷിലായിരിക്കും നമ്മൾ ഇന്നത്തെ ഓഡിയോ ലോഞ്ച് നമ്മൾ നിർത്തുക. സോ 3 പേരും കൂടെ മാത്രമാണ് ഇനി ഞങ്ങൾക്ക് ആശംസകൾ അറിയിക്കാനായിട്ട് ഇവിടെ ബാക്കിയാകുന്നത്. ഞങ്ങളുടെ സലാം ബാപ്പു സർ, ഡയറക്ടർ സനൽ സാർ, ഒപ്പം തന്നെ ഷാവറാച്ചൻ, ഇവരെ 3 ഞാൻ ഈ വേദിയിലേക്ക് ഒന്ന് ഇൻവൈറ്റ് ചെയ്യാണ്. സലാം ബാപ്പു സർ, ഞങ്ങളുടെ ഡയറക്ടർ സനൽ സാർ, ഒപ്പം തന്നെ ഞങ്ങളുടെ ഷാവറാച്ചൻ എന്നിവരെ കൂടി ഞങ്ങളുടെ ആശംസകൾ അറിയിക്കുന്നതിലേക്കായിട്ട് ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞങ്ങളുടെ ഒരു വൈൻഡിങ് നോട്ടില് ഞങ്ങളുടെ ഇന്നത്തെ ഓഡിയോ ലോഞ്ച് ഏറ്റവും ഗ്രാൻഡിയറിൽ തന്നെ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണ്. സോ പ്ലീസ് ഞങ്ങൾക്ക് വേണ്ടി ആശംസകൾ അറിയിക്കാനായിട്ട് എത്തുകയാണ് സലാം ബാപ്പു സർ ആൻഡ് സനലേട്ടൻ. പ്ലീസ് സർ. എല്ലാവർക്കും നമസ്കാരം. ഈസ്റ്റ് കോസ്റ്റ് വിജയൻ എന്ന പേര് മലയാള സിനിമയിൽ ഒരു ഗാനരംഗത്ത് സിനിമാ പാട്ടുകൾക്ക് മാത്രം ഇമ്പോർട്ടൻ്റ് ആയിരുന്ന കാലത്ത് ഒരു സമാന്തരമായിട്ടുള്ള ഒരു ഗാന ശാഖ വെട്ടിപ്പെടുത്ത ആള് തന്നെയാണ് ഈസ്റ്റ് കോസ്റ്റ് വിജയൻ. ആ ബ്രാൻഡിന് വലിയ വാല്യൂ ഉണ്ട്. അതിപ്പോൾ പലരും പറഞ്ഞു, എല്ലാ നൊസ്റ്റാൾജിക്കായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ സംസാരിച്ചു. അപ്പോൾ പാട്ട് ഇവിടെ ഇന്ന് ആ പാട്ടുകൾ, അദ്ദേഹത്തിന്റെ ഏറ്റവും യൗവനകാലത്ത് ചെയ്തിരുന്ന പാട്ടുകൾ പോലെ തന്നെ ഇന്ന് കണ്ട പാട്ടുകളും വളരെ മനോഹരമായിരിക്കുന്നു. ഈ പാട്ടുകൾ കാണാൻ തന്നെയാണ് തീർച്ചയായിട്ടും ഞാനിവിടെ വന്നത്. ഇത് തിയേറ്ററിൽ കാണണം, നമ്മളെല്ലാവരും കാണണം. ഈ സിനിമ വൻ വിജയമാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. നമസ്കാരം. വിജയേട്ടൻ്റെ ഭീഷ്മ എന്ന സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. സിനിമ ഒരു വലിയ വിജയമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ വിജയേട്ടനുമായിട്ട് എനിക്കും നേരത്തെ എൻ്റെ ഒരു സിനിമയുടെ സോങ് ചേട്ടനുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് പ്രേയേഴ്സ് എന്ന് പറഞ്ഞ് ജയസൂര്യ അഭിനയിച്ച ആ മൂവിയുടെ സോങ് വിജയേട്ടനായിട്ടും ചെയ്തു. അന്ന് മുതൽ വിജയേട്ടനുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ ഇന്ന് ഈ വേദിയിലേക്ക് ക്ഷണിച്ചതിന് നന്ദി. സിനിമ ഒരു വലിയ വിജയമായി തീരാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് ബോത്ത്. ഇനി ഒരാളെ കൂടി നമുക്ക് ഇൻവൈറ്റ് ചെയ്യാനുണ്ട്. ഷിബു കർണാരൻ സർ, ഡയറക്ടർ. അദ്ദേഹത്തെ കൂടി ആശംസകൾ അറിയിക്കാനായിട്ട് സ്വാഗതം ചെയ്യുന്നു. അത് കഴിഞ്ഞാലുടൻ ദിലീപേട്ടനും എല്ലാവരും കൂടി എത്തി ഞങ്ങൾ സെൽഫി പോയിന്റിൽ വൈൻഡപ്പ് ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണ്. ഷിബു കർണാരൻ സാറിനെ കൂടി വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു.
ഷിബു കർണാരൻ സാർ. ഞങ്ങളുടെ ഇന്നത്തെ ഭീഷ്മർ ഓഡിയോ ലോഞ്ചിന്റെ ഞങ്ങളുടെ ഷിബു കർണാരൻ സാർ. ഷിബു ഗംഗാധരൻ സാറാണ് ഞങ്ങളുടെ ഡയറക്ടർ. അദ്ദേഹമാണ് വേദിയിലെത്തുന്നത്. ഞങ്ങളുടെ മലയാളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഡയറക്ടർ. എല്ലാവർക്കും നമസ്കാരം. പേര് തെറ്റിപ്പോയതുകൊണ്ട് കയറി വരാൻ ലേറ്റായി പോയതാണ്. എൻ്റെ പേര് ഷിബു ഗംഗാധരനാണ്. ഞാൻ വിജയൻ സാറ് ആദ്യമായിട്ട് സംവിധാനം ചെയ്ത ഷോർട്ട് ഫിലിമിലെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു ഞാൻ. അത് ചെയ്തിട്ട് ഏകദേശം 23 വർഷങ്ങളായി. അതിനുശേഷം ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. പക്ഷേ ഒരു 3-4 ദിവസം മുമ്പ് അദ്ദേഹം എനിക്കൊരു മെസ്സേജ് അയച്ചു, ഇങ്ങനെ ഭീഷ്മർ സിനിമയുടെ ഓഡിയോ ലോഞ്ചാണ്, ഷിബു വരണം, പങ്കെടുക്കണമെന്ന്. എനിക്കത് എന്തെന്നില്ലാത്ത ഒരു സന്തോഷം തോന്നി. കാരണം 23 വർഷത്തിന് ശേഷവും അദ്ദേഹം എന്നെ ഓർമ്മിച്ചിരുന്നു, എന്നെ വിളിച്ചു എന്ന് പറയുന്നത് വളരെയധികം സന്തോഷമാണ്. അദ്ദേഹം അത്രയ്ക്കും ഒരു ഇടയ്ക്കൊന്നും ഞങ്ങൾ ഒരു ബന്ധമോ അല്ലെങ്കിൽ ഒരു സൗഹൃദമോ ഒന്നും ചെയ്യാറില്ല, മെസ്സേജുകൾ അയക്കാറില്ല. പക്ഷെ അത് എന്നെ ഈ വേദിയിൽ വിളിച്ചതിൽ വളരെ സന്തോഷം. ഭീഷ്മർ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും. ഷിബു ഗംഗാധരൻ സാറാണ് വേദിയിലെത്തിയത്. താങ്ക് യു സോ മച്ച്. ഇനി ഞങ്ങളുടെ ഇന്നത്തെ ഏറ്റവും പിവറ്റൽ നോട്ടിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്. ദിലീപേട്ടനെ ഞാൻ ഇന്നത്തെ വൈൻഡപ്പ് ചെയ്യാനായിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. ദിലീപേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും സമയം ഇവിടെ ഇരുന്നതിന്. ദിലീപേട്ടൻ, ധ്യാൻ ശ്രീനിവാസൻ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ, കൂടാതെ ഞങ്ങളുടെ ജിബിൻ ഉണ്ണിലാലു, കൂടാതെ ഞങ്ങളുടെ ബാക്കിയുള്ള ആക്ടേഴ്സിനെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. സോ ഗേൾസ്, മാനസ, സരയു, who all it is can just come over. ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു ഇവന്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഞങ്ങളുടെ വിജയൻ സാറിന് നല്ലൊരു കൈയടി നൽകിക്കൊണ്ട് വിജയൻ സാറിനെ ഞങ്ങൾ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈസ്റ്റ് കോസ്റ്റ് എന്ന ബ്രാൻഡിന്റെ the legend East Coast Vijayan sir is all here. നിറഞ്ഞ കൈയടി നൽകിക്കൊണ്ട് ദിലീപേട്ടൻ എത്തുന്നു. ദിലീപേട്ട, ധ്യാൻ പറഞ്ഞു, വിഷ്ണു പറഞ്ഞു, ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സാർ എന്ന് നമ്മുടെ മനസ്സിൽ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരു മാഷ്, നമ്മളെ നേർവഴിക്ക് നയിക്കുന്ന ഒരു മാഷിന്റെ ഒരു മുഖമാണ് ഓർമ്മ വരുന്നത്. ദിലീപേട്ടൻ എന്താണ്? വിജയ് മാഷും കുട്ടികളും. എന്നാലും എത്രയോ സ്റ്റേജ് ഷോസ് ഞങ്ങൾക്ക് ആഗ്രഹിച്ചിട്ടുണ്ട് ഈസ്റ്റ് കോസ്റ്റിന്റെ ബാനറിൽ. അതെ, 2 ദിവസമായുള്ളൂ സർ. എനിക്ക് ചെറിയ രീതിയിലൊക്കെ കിട്ടി തുടങ്ങുന്നു സർ. താമസിച്ചു സാർ, മേക്കപ്പ് ചെയ്ത് കുറച്ച് ലേറ്റ് ആയി പോയി സാർ. ഞാൻ വിജയ് സാറിന്റെ പരിപാടിയായിട്ട് കുറച്ച് അധികം മേക്കപ്പ് ഒക്കെ ചെയ്ത് അതുകൊണ്ട് കറക്റ്റ് ചോദിച്ചു ഇവിടെ എത്ര മണിക്കാണ്. കറക്റ്റ് ഷാർപ്പ് 7 മണിയാണ്. കറക്റ്റ് ചേട്ടാ എന്നെ സമ്മതിക്കണം. ഞാൻ വന്നിട്ട് ഇങ്ങനെ നോക്കി, വിജയേട്ടനെ കണ്ടില്ല ഇവിടെ. ഞാൻ വിചാരിച്ചു അവസാനം ഞാൻ വിജയേട്ടൻ മുങ്ങി കാണാനില്ല. അത് വിജയേട്ടന്റെ എപ്പോഴും അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടാണ് ഓരോ ഫംഗ്ഷനും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഞാൻ അവിടെ വന്നിരുന്നിരുന്നെങ്കിൽ, ഈ മീരയ്ക്ക് സപ്പോർട്ടായിട്ട് അവിടെ ഇങ്ങനെ നിന്ന് ഓരോന്ന് ചെയ്തു കൊടുത്തില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ബോധം. സത്യം ബോധം ഉണ്ടോന്ന് അറിയത്തില്ല. ചെറിയ ഈ 2 ദിവസം കണ്ടപ്പോ സാറിന് പോലും ആ സത്യം മനസ്സിലായല്ലോ സാർ. അതെങ്ങനെ സാധിക്കുന്നു? എന്നാലും ഞങ്ങളൊക്കെ ആഗ്രഹിച്ച ഒരു കാര്യമാണ് ഈസ്റ്റ് കോസ്റ്റിന്റെ ബാനറിന്റെ കീഴിൽ ഒരു സ്റ്റേജിൽ ഒന്ന് നിൽക്കണമെന്ന്. അതിങ്ങനെ സാധിച്ചതിലുള്ള വലിയ സന്തോഷം അറിയിക്കുകയാണ്. മൈ ബോസ് പോലെയൊക്കെ ഒരു വലിയ വിജയമാവട്ടെ. തീർച്ചയായിട്ടും അത് വിജയന് മാത്രം അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം മലയാള സിനിമയിൽ എനിക്ക് തോന്നുന്നത് പുറം രാജ്യത്തേക്ക് ആർട്ടിസ്റ്റുകളെ, അത് മമ്മൂക്ക, ലാലേട്ടൻ തുടങ്ങിയ ഏറ്റവും മലയാള സിനിമയിലെ അതിനു മുമ്പുള്ള ആൾക്കാരെ ചേട്ടൻ പ്രോഗ്രാം ഉണ്ടായിട്ടില്ല. അല്ല, അത് ലാലേട്ടൻ മമ്മൂക്ക ഗ്രൂപ്പിലല്ലേ, അവരെല്ലാവരും കൂടി ഒരുമിച്ചിട്ടല്ലേ? അല്ല, ഞാൻ ചോദിക്കുന്നത് നസീർ സാറൊക്കെ. നസീർ സാറിനെ കിട്ടിയിട്ടില്ല. മലയാള സിനിമയിലെ ഒട്ടുമിക്ക താരങ്ങളെയും കൊണ്ടുപോയി ഗംഭീര പ്രോഗ്രാംസ്. അന്നൊക്കെ അത്ഭുതമായിരുന്നു ശരിക്കും പറഞ്ഞാല്, എല്ലാ താരങ്ങളെയും ഒരുമിച്ചൊരു വേദി കാണുക എന്നൊക്കെ പറഞ്ഞാല്. പക്ഷെ അങ്ങനെ കാണാവുന്ന അവസ്ഥകള്, അങ്ങനെ ഒരു അത്രയും സ്റ്റേജ് ഷോസ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്. എനിക്ക് തോന്നുന്നത് ഇന്ന്
അങ്ങനെ ഒരു സ്റ്റേജ് ഷോ ഇത്രയും ആൾക്കാരെയൊക്കെ വെച്ച് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നടക്കില്ലെന്ന് വിചാരിച്ച ഒരുപാട് ഷോസുകൾ ചെയ്യുക, അതുപോലെ സിനിമകൾ ചെയ്യുക. എന്തായാലും നമ്മളിങ്ങനെ മാറിയത് ഞാനും ധ്യാനം ഒരു ഒറ്റയാന്റെ പോരാട്ടം അല്ലെങ്കിൽ തേരോട്ടം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു യാത്രയാണ്. എന്തായാലും വിജയേട്ട, നിങ്ങളുടെ നല്ല മനസ്സിന് കാരണം മലയാള സിനിമ അല്ലെങ്കിൽ മലയാള സിനിമയിലെ കലാകാരന്മാർ മുഴുവൻ വിജയേട്ടന് സപ്പോർട്ടായിട്ട് കൂടെയുണ്ട്. അതുപോലെ മലയാളക്കര ഒരുപാട് താലോലിക്കുന്ന ആരാധിക്കുന്ന ഈസ്റ്റ് കോസ്റ്റ് ബ്രാൻഡ് ആൽബംസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഒരുപാട് പേര് പ്രണയലേഖനം എഴുതുമ്പോൾ വിജയേട്ടന്റെ 2 വരികൾ അതിൽ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ട് അതിൽ ആഡ് ചെയ്യുക എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് പ്രണയമാണ് നിൽക്കുന്നത്. ആണോ? ഞാൻ എവിടെയും ജീവിച്ചോട്ടെ, എന്റെ കൂടെ പഠിച്ച ആളാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നത്. ആ ജൂനിയർ അന്ന് അങ്ങനെ ആയിക്കോട്ടെ, ഞാൻ ജൂനിയർ ആണെന്നാണ് പറഞ്ഞു തന്നെ. ഓക്കെ. പക്ഷെ വിജയൻ സർ, അതായത് പ്രണയമാണ് മുന്നിൽ നിൽക്കുന്നതെന്നാണ് ദിലീപേട്ടൻ പറഞ്ഞത്. എങ്ങനെയാണ് ഇപ്പോഴും ഇതിലെ പാട്ടുകൾ പ്രണയം നിറഞ്ഞ്? അത് മനസ്സിലായില്ല. ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ഇപ്പോഴും എന്ന് ചോദിച്ചത് ഇപ്പോ ഇതില് നമ്മൾ കണ്ടത് ധ്യാനും ദിവ്യയും കെട്ടിപ്പിടിക്കാനൊക്കെ പഠിപ്പിക്കുന്നത് ധ്യാൻമാൻ. അതായത് ഞാൻ പറയുന്നത് ജീവിതത്തിൽ അത്ഭുതങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നമുക്ക്, അതായത് നമ്മൾ കാണുന്നതും വിശ്വസിക്കുന്നതും ഒന്നും ആയില്ല സത്യം. അതിനപ്പുറത്ത് ചിലതൊക്കെയുണ്ട്. ചിലതൊക്കെ നമുക്ക് ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് നമ്മുടെ പാലക്കാട് അവർ തരുന്ന അരി മാത്രം കഴിച്ചാൽ മതി, എന്തൊരു എനർജി ആയിരിക്കും പറയുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ അമ്മ കൊടുത്തുവിട്ടായി ഞാൻ കഴിച്ചത് എന്ന് വിചാരിച്ച് അവരോട് ചോദിക്കരുത്, കാരണം അങ്ങനെ കൊടുക്കുന്നതല്ല, അവർ സ്വന്തമായിട്ട് ഇത് ചെയ്യുന്നത് മാത്രമാണ്. അപ്പോൾ ഇത് തന്നെയാണ് ഊർജ്ജം. നമ്മൾ ഈ പറയുന്ന പോലെ നമുക്ക് ഇഷ്ടമുള്ളത് മനസ്സിലായത്. അത് എന്തുവാ, പിന്നെ പ്രണയം എന്ന് പറയുന്നത് നമുക്ക് എന്തിനോടും ആവാം. നമ്മൾ ചെയ്യുന്ന ഏത് പ്രവർത്തിയോടും ആവാം, വ്യക്തികൾ മാത്രം ആവണമെന്നില്ല. ഞാനിപ്പോൾ ഇന്ന് ഈ ഷോ പ്രണയിക്കുക, അതുകൊണ്ടാണ് അവിടെ നമുക്ക് ഇതൊക്കെ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ധ്യാൻ ശ്രീനിവാസന്റെ പ്രണയം എന്തിനോടാണെന്ന് പറഞ്ഞ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. യുവർ പ്രണയം എന്തിനോട്? ഒറ്റ വാക്ക്. മീരയോട്. സോറി, ആശ്വാസമായല്ലോ. ഇപ്പൊ സന്തോഷമായിട്ട് വീട്ടിലേക്ക് പോവാലോ. മനസ്സമാധാനം കിട്ടി, എല്ലാം ചോദിച്ചു മേടിച്ചു. എന്തായാലും സെൽഫിയോടെ കൂടി ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. ദിലീപേട്ട, ഞങ്ങളുടെ വിജയൻ സാറിനെ വെച്ച് ഞങ്ങൾ ഒരു സെൽഫി എടുത്തുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ പോയിന്റ് വൈൻഡപ്പ് ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണ്. സോ ഇന്നത്തെ ഞങ്ങളുടെ ഭീഷ്മറിന്റെ ഈ ഒരു ദിവസം ഇവിടെ ഇതാ ഞങ്ങൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണ്. ദിലീപേട്ടാണ് ആ സെൽഫി എടുക്കാൻ പോകുന്നത്. സോ ദിലീപേട്ട റെഡി? എല്ലാരും ദിലീപേട്ട ഇവിടെ വരണം. ദിലീപേട്ട is all here.